BPCG 172 യൂത്ത്, ജെൻഡർ ആൻഡ് ഐഡൻറ്റിറ്റി. അപ്പം യൂത്ത് എന്താണ്, അവരുടെ ജെൻഡർ, എങ്ങനെ അവരുടെ ജെൻഡർ സെക്ഷുവാലിറ്റി നമ്മൾ തിരിച്ചറിയുന്നു, എങ്ങനെ അവരെ സമൂഹവുമായിട്ട് എങ്ങനെ ചേരുന്നു, ഈ 3 കാര്യങ്ങളാണ് ഈ BPCG 172 172 നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യൂത്തിന് ഇത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കാനുള്ള, ഇത്ര ഒരു മുഖ്യധാരയിലേക്ക് ഈ ഒരു വിഷയം വരാനുള്ള കാരണം, ഇന്ത്യയെ സംബന്ധിച്ച് ഏകദേശം 19.1 ഏകദേശം 20% ആൾക്കാർ എന്ന് പറയുന്നത് യൂത്താണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നിർണായകമായ ഘടകമായിട്ട് തന്നെയാണ് യൂത്തിനെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ചേഞ്ചിങ്, ഒരു ജീവിതചര്യയിൽ നിന്ന് വേറൊരു ജീവിതചര്യയിലേക്ക് മാറുന്ന വ്യത്യസ്തമായ ഒരു ചിന്താഗതിയുള്ള ഒരു വിഭാഗത്തെയാണ് നമ്മൾ യൂത്ത് എന്ന് പറയുന്നത്. നിയമപരമായിട്ട് യൂത്തിന് അല്ലെങ്കിൽ ഈ വിഭാഗത്തിന് ധാരാളം പരിഗണനയുണ്ട്, നിയമപരമായിട്ട് ധാരാളം സാധ്യതകളുണ്ട്. ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് യൂത്ത് എന്ന് പറയുകയാണെങ്കിൽ പ്യൂബർട്ടി സ്റ്റേജ് മുതൽ ഏകദേശം 21-24 വയസ്സ് വരെ. ഇത് പറയാൻ കാരണം വെച്ചാൽ പ്യൂബർട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ പല വ്യത്യസ്തമായ രീതിയിലാണ്. നേരത്തെ ഇത് 15 വയസ്സ് മുതൽ 24 വരെയായിരുന്നുവെങ്കിൽ പിന്നീട് അത് മാറി 12 വയസ്സ് മുതൽ 24 വയസ്സ് വരെയും 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെയും രാജ്യങ്ങൾ വെച്ച് രാജ്യം മുതൽ ഒരു രാജ്യത്തിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെതായ വ്യത്യസ്തങ്ങൾ ആ ചിന്താഗതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം പൊതുവായിട്ട് എടുക്കുന്നത് പ്യൂബർട്ടി സ്റ്റേജ് മുതൽ 24 വയസ്സ് വരെയുള്ള സമയത്താണ് യൂത്ത് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത്. അപ്പം യൂത്ത് എന്ന് പ്രത്യേകത വരാൻ ഇവർ അഡൽട്ട് ആയിട്ടില്ല. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം കുറേ പരിമിതികളുണ്ട്. ചിന്താഗതികൾ മാറുമ്പോൾ സമൂഹം ഇവരെ കാണുന്ന രീതി, ഇവരോട് ഉള്ള സമീപനം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇവർ വളർന്നു എന്ന് വിചാരിക്കുമ്പോഴും സമൂഹത്തിന് ഇവരെ അംഗീകരിക്കാനുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അംഗീകരിക്കാനുള്ളൊരു മാനസിക അവസ്ഥ ഉണ്ടാകാറില്ല പലപ്പോഴും. നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിലും ഒരു കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ, പ്യൂബർട്ടി ആകുമ്പം അയാളോട്, ആ കുട്ടിയോട് നമ്മൾ പറയും, നീ ഇനി മുതൽ സൂക്ഷിക്കണം. അല്ല മകനോട് പറയും, നീ ഇപ്പം വലിയ കുട്ടിയായി, നീ നിൻ്റെ കാര്യങ്ങൾ നോക്കണം, നീ നിൻ്റേതായ ചിന്താഗതിയിൽ വളരണം എന്ന് അച്ഛനും അമ്മയും പറയുകയും അതേസമയം ആ കുട്ടിയെ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അച്ഛനും അമ്മയും ആ കുട്ടി വളർന്നിട്ടില്ല അല്ലെങ്കിൽ നീ അതിനുള്ള മാനസികമായ പക്വത വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ആവും. അതുപോലെ ഒരു പെൺകുട്ടിയോട് പറയും, പ്യൂബർട്ടി സ്റ്റേജ് ആകുമ്പോൾ അവരോട് പറയും, നീ വളർന്നു, നീ ഇപ്പം വലിയ കുട്ടിയായി, നീ സൂക്ഷിക്കണം എന്ന് അച്ഛനും അമ്മയും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നീ ഇനി നിൻ്റെ ജീവിതശൈലികൾ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ ചില നിയമങ്ങൾ, ചില പരിമിതികൾ വെക്കും എന്ന് പറയുമ്പോൾ ആ കുട്ടി കൺഫ്യൂഷൻ ആകുകയാണ്. കാരണം ഒരേ സ്ഥലത്ത് അച്ഛനും അമ്മയും ഞാൻ വളർന്നു, എൻ്റെ കാര്യങ്ങൾ നോക്കാറായി എന്ന് പറയുകയും മറ്റൊരു സ്ഥലത്ത് പറയുന്നു നീ അങ്ങനെയല്ല എന്ന് പറയുകയും ചെയ്യുമ്പോഴത്തേക്കുള്ള കൺഫ്യൂഷൻ സ്റ്റേജ് കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം ആദ്യം യൂത്ത് ആകുമ്പോഴത്തേക്ക് പ്രശ്നം എന്താ, ശാരീരിക മാനസികമായ വ്യത്യാസങ്ങൾ. ഇപ്പോൾ ശാരീരികമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ശരീരത്തിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. ഒരു പെൺകുട്ടി പ്രായമാകുമ്പോഴത്തേക്ക് അവരുടെ ചെസ്റ്റ് വളർച്ച വരിക, പ്യൂബർട്ടിയിലെത്തുന്ന സമയത്ത് മെൻസ്ട്രേഷൻ, അത് മാസമുറ ഉണ്ടാകുക, ആ കുട്ടിക്കുണ്ടാകുന്ന ശാരീരികമായ വളർച്ച. അപ്പോൾ അത് പലപ്പോഴും കുട്ടികൾക്ക് അംഗീകരിക്കാൻ പറ്റാറില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് ചില വീടുകളിൽ, ചില സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുന്നു. അതുപോലെ ആൺകുട്ടികളാകുമ്പോൾ അവന് മീശ വരിക, ആഡംസ് ആപ്പിൾ വരിക, മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാകും, മസിൽസിന് കട്ടി വെക്കുക, അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകുക. അപ്പോൾ ഇത് അംഗീകരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു യൂത്ത് എന്ന് പറയുന്ന സ്ഥിതിയിൽ പ്യൂബർട്ടി സ്റ്റേജിലുണ്ടാകുന്ന ശാരീരികമായ ഉള്ള വളർച്ച, പിന്നെ കോഗ്നിറ്റീവ്, അവൻ്റെ ചിന്താഗതികളുള്ള അവൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കുള്ള വ്യത്യാസം, അവൻ്റെ പെർസെപ്ഷൻ, ഓരോ കാര്യങ്ങൾ അവൻ്റെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന വ്യത്യാസം, ഇത് പലപ്പോഴും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, കുട്ടികൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി വലിയൊരു ചിന്താഗതി അവർക്കോ പറ്റുകയില്ല. അപ്പോൾ യൂത്ത് എന്ന് പറയുന്ന വളർച്ച ഒന്നും ആയില്ല, ഇങ്ങോട്ട് എത്തിപ്പെടാനായിട്ടുള്ള യാത്രയിലാണ് ഇരിക്കുന്നത്. അഡൽട്ട് എന്ന് പറയുമ്പോൾ അത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവർക്ക് വ്യക്തമായ തീരുമാനങ്ങൾ യൂത്തിന് എടുക്കാൻ പറ്റുന്നില്ല. അത് നമ്മുടെ പെർസെപ്ഷനാണ്. എടുക്കാൻ പറ്റില്ല എന്നുള്ള പെർസെപ്ഷനാണ്. അതേസമയം അഡൽട്ട് ആകുമ്പോഴത്തേക്ക് അവൻ്റെ പക്വത വന്നു, കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് ഉള്ളതുണ്ട്. വൈകാരികമായിട്ട് ഒരു സ്ഥിരത യൂത്തിനുണ്ടായില്ലെങ്കിൽ അഡൽറ്റിനെ സംബന്ധിച്ച് വൈകാരികമായ അവർക്കൊരു മെച്യൂരിറ്റി ഉണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കാം. ഇത് ആപേക്ഷികമാണ്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ ആപേക്ഷികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്.
അപ്പം ഈ യൂത്ത് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള സംഗതി വരുമ്പോഴാണ് നമുക്കൊരു പ്രാധാന്യം കൊടുക്കുന്നത്. ഈ നിയമപരമായിട്ട് യൂത്തിനുള്ള അവകാശങ്ങൾ. അപ്പം എപ്പോഴും ഇന്ത്യയിൽ പ്രത്യേകം ഇന്ത്യൻ കോൺസെപ്റ്റ് പറയുകയാണ്, ഇന്ത്യയിലെ കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ 18 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും യൂത്ത് എന്നുള്ള ഇത് ഉള്ള സംരക്ഷണം കിട്ടുന്നുണ്ട്. 24 വയസ്സ് വരെയാണെങ്കിലും 18 വയസ്സ് വരെ. 18 വയസ്സ് കഴിഞ്ഞാൽ അവന് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ കൊടുക്കണം. പക്ഷേ 18 വയസ്സിന് മുമ്പിന് യൂത്ത് വോട്ട് ചെയ്യാനുള്ള അവകാശങ്ങൾ കൊടുക്കുന്നില്ല. എന്നുവെച്ചാൽ അത്രയും മച്വർ ആയിട്ടില്ല എന്നുള്ള ചിന്താഗതിയിലാണ്. ശാരീരികമായിട്ട് വളർന്നിട്ടുണ്ടെങ്കിലും കാഴ്ചപ്പാടുകളിൽ വളർന്നിട്ടുണ്ടെങ്കിലും അവന് ചിന്താഗതികൾ, അവന് കാര്യങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് 18 വയസ്സിൽ താഴെ അവന് പ്രാപ്തിയായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിയമപരമായിട്ട് ചില സംരക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് പോപ്സോ എന്നുള്ളത്, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ശാരീരികമായി എന്തെങ്കിലും ഉപദ്രവിക്കപ്പെടുകയാണെങ്കിൽ, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികൾ ശാരീരികമായി ലൈംഗികമായിട്ട് എന്തെങ്കിലും ചൂഷണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിയമപരമായിട്ട് അതിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ, ഇവരുടെ കയ്യിൽ നിന്ന് വരികയാണെങ്കിൽ ജുവനൈൽ എന്നുള്ള ഈ കുട്ടികൾ ചെയ്ത ഒരു തെറ്റായിട്ട് ശിക്ഷകളെക്കാട്ടും കൂടുതൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവർ നല്ല രീതിയിൽ കൊണ്ടുവരാണ്ട് ജുവനൈൽ ഹോംസ്, ആ നിയമത്തിൻ്റെ മുമ്പിൽ അവർക്ക് സംരക്ഷണം കിട്ടുന്നുണ്ട്. എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ അവരിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇത് നിയമപരമായിട്ട് അവർക്ക് കിട്ടുന്ന സംരക്ഷണങ്ങളാണ്. പിന്നെ നമുക്ക് ഇവർക്കൊരു സംരക്ഷണം, ഇവർക്ക് പഠിക്കാനും ഇവർക്ക് ചിന്തിക്കാനും ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, ചിന്തിക്കാനും പെരുമാറാനും സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ഇന്ത്യൻ നിയമം അനുസരിച്ച് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് വ്യക്തമായ സംരക്ഷണം ഇന്ത്യൻ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അതേസമയം ചിലടത്ത് അങ്ങനെയുള്ള സംരക്ഷണങ്ങളില്ല. ചില രാജ്യങ്ങളിൽ യൂത്ത് അല്ലെങ്കിൽ ജുവനൈൽ എന്നുള്ള സംരക്ഷണം അവർക്ക് കിട്ടാറില്ല. കാരണം എല്ലാവരെയും ഈക്വലായിട്ടാണ് നിയമത്തിന് മുമ്പിൽ കാണുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അങ്ങനെയല്ല, അവർക്ക് അതിൻ്റേതായൊരു പ്രൊട്ടക്ഷൻ, സംരക്ഷണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇവരെ ശാരീരികമായ വളർച്ച എന്താണ് ഇവർക്കുള്ളത്? എറിക് എറിക്സൺ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു ഐഡൻറ്റിറ്റി, അവർ അറിയുന്നത് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് വരുമ്പോൾ അവർക്കുള്ള സ്വാതന്ത്ര്യമില്ലാതെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന കൺഫ്യൂഷന്, ഇത് അവരുടെ വളർച്ചയെ ബാധിക്കാറുണ്ട്. അപ്പം ഇത് തിയറിയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു അഡോളസൻസ് ക്രൈസിസ്, നമ്മൾ പറയുന്ന ക്രൈസിസ് അവർ യൂത്തിനെ നമ്മൾ ബാധിക്കാറുണ്ട്. അപ്പോൾ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ശാരീരികമായ വളർച്ച ആണ് നമ്മൾ ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞ് അവരുടെ മാനസികമായ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പം യൂത്ത് എന്ന് പറയുന്നത് പ്രായമനുസരിച്ച് 15 വയസ്സ് മുതൽ 24 വയസ്സ് വരെ, അല്ലെങ്കിൽ പ്യൂബർട്ടി സ്റ്റേജ് മുതൽ 24 വയസ്സ് വരെ, പ്രായപൂർത്തിയാകുന്നത് പോലെ 24 വയസ്സ് വരെ അവർക്ക് അതിനുള്ള സംരക്ഷണം, അവരെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവർ നേരിടുന്നത്. അപ്പോൾ ഇതേ സമയത്താണ് അവർക്ക് അവരുടേതായ ഒരു ചിന്താഗതി ഉണ്ടാകുന്നത്, ഒരു ഫിലോസഫി, ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി, ഒരു സിദ്ധാന്തം ഉണ്ടാകുന്നത് ഈ പ്രായത്തിലാണ്. അപ്പോൾ അതേസമയം ഇവരുടെ സിദ്ധാന്തം, ഇവരുടെ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറുണ്ട്. ഏത് സംഗതിയിലും ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു വാസന, ഇത് നിയമത്തിനെ ആണെങ്കിലും അച്ഛൻ്റെ അമ്മമാരുടെയും പെരുമാറ്റങ്ങളെക്കുറിച്ചാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അതിന് ഉണ്ടാകുന്ന ഒരു ചോദ്യം ചെയ്യുക, ഏതിനെയും ഒരു സംശയ ദൃഷ്ടിയോടുകൂടി നോക്കാനുള്ള ഇവരുടെ കഴിവ്. അത് മനഃപൂർവ്വമല്ല, അവരുടെ ചിന്താഗതികൾ മാറുന്നതുകൊണ്ട്, അവരുടെ ഉണ്ടാകുന്ന വൈകാരികമായ ചേഞ്ച് കൊണ്ടാണ്. അവരുടെ എമോഷണൽ വൈകാരികമായ ചേഞ്ച്, ചിന്താഗതികളിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഇതേ സമയം ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഫാമിലിയാണ്, കുടുംബമാണ്. ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് സപ്പോർട്ട് കിട്ടുന്നത് അവർ നിൽക്കുന്നത് കുടുംബമാണ്. അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ, അച്ഛൻ്റെ പാരൻറ്റിങ് ആണെങ്കിൽ, അമ്മയുടെ പാരൻറ്റിങ് സ്റ്റൈലാണെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും അവർ വളർത്തുന്ന സാഹചര്യങ്ങളാണെങ്കിൽ അത് അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, അവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കും. സ്വാതന്ത്ര്യമായിട്ട് ചിന്തിക്കാനും സ്വാതന്ത്ര്യമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കാനുമുള്ള ഒരു സപ്പോർട്ടിങ് ഒരു കവചത്തെക്കാട്ടിലും കൂടുതൽ അവരെ സംരക്ഷിക്കുന്നതായ, അല്ലെങ്കിൽ അവരെ വളരാൻ വേണ്ടി സഹായിക്കുന്നതായ ഒരു ചിന്താഗതിയാണ് പാരൻസിൻ്റെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഈ സമയത്തുണ്ടാകുന്ന ഒരു മാനസികമായ പ്രശ്നങ്ങൾ അവർ പിയർ ഗ്രൂപ്പ്സിൻ്റെ അടുക്കൽ പിന്നെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പിയർ ഗ്രൂപ്പ്സ് നല്ലതല്ലെങ്കിൽ, സഹപാഠികൾ നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്താണ് ഇവർ ആൽക്കഹോളിസം, മദ്യപാനം, സ്മോക്കിംഗ്, സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾക്ക് അടിമയാകുക, അവരുടെ ചിന്താഗതി വരുമ്പോഴോ അവർ നിയമത്തിനെതിരായിട്ട് ഡിവിയൻ ബിഹേവിയർ ഉണ്ടാകും. ഇതൊക്കെ ഈ പ്രായത്തിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അത് പ്യുവർ വാർണിംഗ് സൈൻസ് ഓഫ് പ്യുവർ മെൻ്റൽ ഹെൽത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് മുൻകരുതൽ, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ള ഒരു അറിവ്
മുന്നറിവ് ആണ് ഈ സംഗതികൾ തരുന്നത്. അത് മാനസികമായ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ല ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിവാണ് തരുന്നത്. പിന്നെ നെയ്ബേഴ്സാണ് ഇവർ ഇൻഫ്ലുവൻസ്, ചുറ്റുപാടുകളുമുള്ള ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇവരോടുള്ള, അത് ചുറ്റുപാടുള്ള ആൾക്കാർക്ക് ഇവരോടുള്ള സമീപനം, അവരെ എങ്ങനെ കാണുന്നു, അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മോട്ടിവേഷൻ, ഒരു ഉത്തേജനം അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ അത് കുട്ടികളുടെ വളർച്ചയെ ഇത് ബാധിക്കും. പിന്നെ സമൂഹം ഇവരെ കാണുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇവർക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ഉണ്ട്. ഐഡൻറ്റിറ്റി, ഇവർ നിലനിൽക്കുന്ന ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ് നമുക്ക് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഒരു ഐഡൻറ്റിറ്റി, ഒരു നിലനിൽപ്പ്. ഈ ഒരു കുട്ടികളെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവരെ നമ്മൾ വിലയിരുത്തുക. ആ വിലയിരുത്തുന്നത് കൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വ്യക്തിത്വമുണ്ടാകും. ഐഡൻറ്റിറ്റി എന്നൊരു വ്യക്തിത്വം, ഞാൻ എന്ന ഉള്ള ഒരു ചിന്താഗതി, അല്ല എൻ്റെ കഴിവെന്താണ്, ഞാൻ ആരാണ്. അപ്പോൾ ഈ പ്രായത്തിൽ കുട്ടികളെ എപ്പോഴും സെൽഫ് റിയലൈസേഷൻ, ആ കുട്ടിയുടെ റോൾ എന്താണ്, സമൂഹത്തിൽ നിൻ്റേതായ കടമ എന്താണ്. ഒരു യങ്ങറാകുമ്പോൾ ആ യങ് ഏജിൽ, ആ യൂത്തിൽ എന്താണ് ഇവൻ്റെ ആവശ്യങ്ങൾ, എന്താണ് അവകാശങ്ങൾ, എന്താണ് ഇവൻ്റെ കടമകൾ. അപ്പം ഇത് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള, ഇല്ലെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ ആകും. അപ്പം ഈ റോൾ ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും വലിയൊരു പ്രശ്നമാണ്. യൂത്തിൻ്റെ റോൾ ഡിഫൈൻ ചെയ്യുക. കാരണം ഇത് സമൂഹത്തിൽ അങ്ങോട്ട് മാറും. ഒരു കൾച്ചറിൽ നിന്ന്, ഒരു സംസ്കാരത്തിൽ നിന്ന് വരുമ്പോൾ മാറും. പ്രാദേശികമായിട്ട് ഇതിന് വ്യത്യാസങ്ങൾ ഉണ്ടാവും. റേസിൽ, ജാതിപരമായിട്ട്, മതപരമായിട്ട് ഇതിന് വ്യത്യാസങ്ങളുണ്ടാവും. ഓരോന്നാണ് കാണുന്നത്. ഒരു പ്രത്യേക സമൂഹത്തിന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ 13, 14, 15 വയസ്സായി കഴിഞ്ഞാൽ വിവാഹം ചെയ്യുന്നത് വേറൊരു അതായിരിക്കണം. അപ്പം ഇത് അവരുടെ പെർസെപ്ഷനാണ്. അതുപോലെ യൂത്തായി കഴിഞ്ഞ് ചില സമൂഹങ്ങളിൽ 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ യാതൊരുവിധ സപ്പോർട്ടും നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുകയില്ല. പക്ഷേ ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയിൽ യൂത്ത് ആണെങ്കിലും അഡൽട്ട് ആണെങ്കിലും അവന് വേണ്ട സപ്പോർട്ട്, അവന് വേണ്ടതായ സംരക്ഷണം അവൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്, അച്ഛനും അമ്മയ്ക്കും വരുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്, ഇവൻ്റെ സമൂഹത്തിലുള്ള സമീപനം എന്തായിരിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സെൽഫ് റിയലൈസേഷൻ, ഞാനെന്ന ബോധം ഇത് ഉണ്ടാകുന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആവശ്യം. അതാണ് ഇവിടുത്തെ ഈ സബ്ജക്റ്റ് നമ്മൾ പഠിക്കാൻ തന്നെ ഏറ്റവും വലിയ കാര്യം. ഒരു യൂത്ത്, കാരണം യുവജനങ്ങളെ എങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാം, അവൻ്റെ ചിന്താഗതികളെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, അതിന് എങ്ങനെ നമ്മൾ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളുണ്ട്. നമ്മുടെ വളർച്ചയിൽ, അല്ലെങ്കിൽ നമ്മൾ അവനെ വളർത്തിക്കൊണ്ട് വരുന്നില്ല, അവൻ്റെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് നമുക്ക് എങ്ങനെ ആയിരിക്കണം. അതാണ് ഈ യൂത്തും നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ നമ്മളെ തിരിച്ചറിയുന്നതാണ്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഞാനൊരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആ വ്യക്തിയെ തിരിച്ചറിയുന്ന ഐഡൻറ്റിറ്റി, നമ്മളൊരു ഐഡൻറ്റിറ്റി കാർഡ് എന്നൊക്കെ നമ്മൾ പറയും, ഇത് തിരിച്ചറിയൽ കാർഡാണ്. അപ്പോൾ ഇവിടെ ഈ സമൂഹത്തിന് ഐഡൻറ്റിറ്റി, ഈ ഒരു വ്യക്തിക്ക് ഒരു നിലനിൽപ്പുണ്ട്, ഇത് ഇങ്ങനെയാണ് അറിയുന്നത്, ഇത് ഇന്ന രീതിയിലാണ് എന്ന് അറിയപ്പെടുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പം ഇവിടെ ഒരു റോൾ, ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ വ്യക്തിയെ എങ്ങനെ സമൂഹം കാണുന്നു, ഈ സമൂഹത്തെ ഈ വ്യക്തി എങ്ങനെ കാണുന്നു, ആ സമൂഹത്തിൽ ഞാനെന്നൊരു വ്യക്തി എങ്ങനെ നിലനിൽക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി സെൽഫ് മീറ്റ്സ് സൊസൈറ്റി, സമൂഹം എങ്ങനെ അവനെ കാണുന്നു, ഈ സമൂഹം എങ്ങനെ കാണുന്നു. അപ്പോൾ ഒരാൾ പൊക്കമുള്ള ഒരാളാണ്, ഒരു വണ്ണമുള്ള ഒരാളാണ്, അല്ലെ ആ സമൂഹം എങ്ങനെ കാണുന്നു, അല്ലെ ആ വ്യക്തി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവൻ്റെ ജോലി എന്താണ്, ഇവൻ്റെ സമൂഹത്തിൻ്റെ നീഡുമായിട്ട് ഈ വ്യക്തിയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് എന്താണോ അതിനനുസരിച്ച് ഇയാൾ വളരുന്നുണ്ടോ. ഇതാണ് ഈ ഐഡൻറ്റിറ്റി. അത് സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ, ഞാനെന്ന് പറഞ്ഞ ഒരു വ്യക്തി സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ സമൂഹം എന്നെ എങ്ങനെ കാണുന്നു, അത് കാഴ്ചപ്പാട് പല രീതിയിലാണ് ഉണ്ടാകുന്നത്. അപ്പം ഇവനൊരു റോളുണ്ട്, ഇവനെന്താണ് ഇവന് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അത് എങ്ങനെ പഠിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യുന്നു, ആ സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് അയാൾ പഠിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരേ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഒരേ സബ്ജക്റ്റ് എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ അവരെങ്ങനെ ചെയ്യുന്നു. അപ്പം ഓരോ വ്യക്തി ഓരോന്നായിട്ട് കാണുന്നു. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റില്ല. എല്ലാവരും കൂടെ ഒരു സമൂഹമായിട്ട് കാണുമ്പം ആ സമൂഹത്തിൽ ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്ന, സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ട് കാണുമ്പോൾ ആ ഗ്രൂപ്പിനിടയ്ക്ക് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെ നിലനിൽക്കുന്നു,
അത് എന്താണ് മീറ്റ് ചെയ്യുന്നത്? അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ കണ്ണിൻ്റെ നിറത്തിലാകാം, പൊക്കത്തിലായിരിക്കാം, വണ്ണത്തിലായിരിക്കാം, പഠിക്കുന്ന കാര്യത്തിലായിരിക്കാം, ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ, ചിന്താഗതികളുള്ള കാര്യങ്ങളായിരിക്കാം. ഒരാളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. രണ്ട് വ്യക്തികളുടെ ചിന്താഗതികൾ ഒരുപോലെ ആകണമെന്നില്ല, രണ്ട് വ്യക്തികളുടെ കാഴ്ചയിൽ ഒരുപോലെ ആകണമെന്നില്ല, രണ്ട് വ്യക്തികൾ ബുദ്ധിപരമായിട്ട് ഒരുപോലെ ആകണമെന്നില്ല, അവരുടെ പെർസെപ്ഷൻ ഒരുപോലെ ആകണമെന്നില്ല. അപ്പം ഇവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ നിലനിൽപ്പുണ്ട്. ആ നിലനിൽപ്പ് മാത്രം പോലെ ആ ഐഡൻറ്റിറ്റി എന്നത് സമൂഹം ഇവരെ എങ്ങനെ കാണുന്നു, സമൂഹം എങ്ങനെ ഇവരെ എടുക്കുന്നു. അപ്പം ഇവിടെയാണ് ഐഡൻറ്റിറ്റി വേർ സെൽഫ് മീറ്റ്സ് സൊസൈറ്റി. അത് ഞാൻ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും സമൂഹത്തിൻ്റെ ചിന്താഗതികളുമായിട്ട് എങ്ങനെ ചേരുന്നു, അതേ രീതിയിൽ സമൂഹത്തിൻ്റെ ചിന്താഗതികൾ എന്നെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു. അതാണ് അതിനൊരു ഉദാഹരണം പറയാം. അപ്പം ഈ രണ്ടുകൂടെ മീറ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി ഉള്ളൂ. ഇപ്പം ഞാൻ പ്രകാശായിട്ട് നിൽക്കുമ്പോൾ പ്രകാശ് എന്ന് പറഞ്ഞ വ്യക്തികൾ അവർ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ പേര് കൊണ്ടോ എൻ്റെ വിദ്യാഭ്യാസ രീതികളുണ്ടോ എനിക്കുണ്ട സാമ്പത്തികം കൊണ്ടോ അല്ല അവരെന്നെ നടക്കുന്നത്. പക്ഷെ അത് അവരുടെ അളവുകോലുകളിൽ ഒന്നാണ്. പക്ഷെ സമൂഹത്തിൻ്റെ കുറേ നീഡുണ്ട്. എന്നെക്കൊണ്ട് സമൂഹത്തിന് ചില ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യം കൂടെ മീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ എന്നെ ആ സമൂഹം ഉൾക്കൊള്ളൂ. അതേപോലെ എൻ്റെ ചില ചിന്താഗതികളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്ന സമൂഹം മീറ്റ് ചെയ്യണം. ഇത് നമ്മുടെ കോയിൻസിഡൻസ് ആയിരിക്കും. ഇത് തമ്മിൽ ഒരുമിച്ചായിരിക്കണം, മെർജ് ചെയ്യണം. ആ മെർജ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് സമൂഹവും സെൽഫും തമ്മിലുള്ള റിയലൈസേഷൻ, ദാറ്റ് ഇസ് എ യൂണിറ്റി, അവിടെയാണ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്ന കണ്ടിജൻ്റ് ഡൈനാമിക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരിടത്ത് നിൽക്കുകയല്ല. ചിലപ്പോൾ എൻ്റെ ഇന്നത്തെ റോള്, അതായത് ഞാൻ ഓരോ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓരോ റോളുകൾ എനിക്കുണ്ട്. ആ റോള് മാറുന്നതനുസരിച്ച് എൻ്റെ ഐഡൻറ്റിറ്റി മാറും. അപ്പം ഞാൻ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ സ്കൂളിൽ പോകുമ്പോൾ വിദ്യാർത്ഥിയായിട്ടാണ്. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവളുടെ റോള് മാറി. അവിടെ ആ ഒരു ഭാര്യയാണ്, അവിടെ ഒരു കുടുംബിനിയാണ്, മക്കളുടെ അമ്മയാണ്, അവിടെ ഒരു ടീച്ചറാണ്. അതേസമയം തൊഴിൽ സ്ഥാനത്ത് പോകുമ്പോഴത്തേക്ക് വേറെയാണ്. അപ്പം ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പം പ്രായമനുസരിച്ച് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ റോള് മാറും, സമൂഹത്തിലേക്കുള്ള റോള് നമ്മുടെ മാറും. റോള് മാറുന്നതനുസരിച്ച് സമൂഹം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്ന നമുക്ക് മാറും. അപ്പം നമുക്ക് സമൂഹത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാറും, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ മാറും. അപ്പോൾ ഇത് കണ്ടിജൻ്റ് ആയിട്ട് ഇങ്ങനെ ഓരോ സമയത്ത് ഓരോന്നായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഒരു പക്ഷേ ഞാൻ ഒരു സ്ഥലത്ത് ജനിച്ചു. ഉദാഹരണത്തിന് ഞാൻ കേരളത്തിൽ ജനിച്ചു, കേരളത്തിൽ വളർന്നു. കേരളത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് ചിലപ്പം മഹാരാഷ്ട്രയിലേക്ക് പോവുക, അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് പോവുക. അപ്പം എൻ്റെ ഐഡൻറ്റിറ്റി അവിടെ വ്യത്യാസം വന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാനൊരു കേരളീയനായി. ഈ കേരളത്തിലുള്ള ഞാൻ കേരളീയനാണെങ്കിൽ പോലും കേരള സമൂഹത്തിൻ്റെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ വേറൊരു ഐഡൻറ്റിറ്റിയാണ്. അതേസമയം ഞാൻ വേറെ ചെല്ലുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി മാറുന്നു. കാരണം എന്താ വെച്ചാൽ സ്ഥലം മാറി കഴിയുമ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി മാറി. ഇപ്പം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്ന് അയാളുടെ ഐഡൻറ്റിറ്റി മാറി. അയാളൊരു തമിഴ്നാട്ടാണ് നമ്മൾ ആദ്യം കാണുക. പിന്നെ ആ ആൾ വരുന്നത് ഈ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ചിന്താഗതികൾ എങ്ങനെയുണ്ട്, ആ ആളുടെ കേരളത്തോടുള്ള ഔട്ട്ലുക്ക് ഉണ്ട്. അവൻ എന്തിനു വേണ്ടി വന്നു, അവൻ്റെ റോൾ എന്താണ്, ഇവിടുത്തെ ആ റോൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണം. അത് പല രീതി വരാം. ജോലിക്ക് വേണ്ടി വരാം. ഒരു വിവാഹം കഴിച്ചുകൊണ്ട് ഒരു സ്ത്രീ വേണമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങോട്ട് വരാം. ഇപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു റോളുണ്ട്. കാരണം എന്താ വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കല്യാണം കഴിച്ചു, തമിഴ്നാട്ടിലെ ആ റോളല്ലേ ഇവിടെ കേരളത്തിൽ എടുക്കുന്നത്. അപ്പം നമ്മൾ മോർ ദാൻ അവരുടെ ഐഡൻറ്റിറ്റി മാറുകയാണ്. അപ്പം നമ്മളൊരു അങ്ങനെയുള്ള കേസിൽ നമ്മൾ കാണുന്നത് ഒരു തമിഴ് യുവതി ഇവിടെ വന്നു എന്നുള്ളതല്ല, ഇവിടെ ഒരാൾ കല്യാണം കഴിച്ചു. അപ്പം ഇവിടുത്തെ ഒരാളായി. അപ്പം മനസ്സിലായി, ഓരോ സമയത്തും ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കണ്ടിജൻ്റ് ആൻഡ് ഡൈനാമിക്കാണ്, മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമ്മൾ പറിച്ച് വേറൊന്നിലേക്ക് നടുകയല്ല. ഒരു റോളിൽ നിന്ന് പെട്ടെന്ന് മറ്റുള്ള റോഡിലേക്ക് നമ്മൾ മാറിപ്പോവുകയല്ല. വേറെ പക്ഷെ ഇതൊരു കണ്ടിന്യൂറ്റിയാണ്. ആ കണ്ടിന്യൂറ്റി ആണെങ്കിൽ ഇതുമായിട്ട് നമ്മൾ ഒരുമിച്ച് ചേരുവാൻ വേണം. അപ്പോൾ മാറുന്നതനുസരിച്ച് ചെയ്യണം. അത് നമ്മുടെ ബിഹേവിയർ ഉണ്ട്, നമ്മുടെ തോട്ട്സിൽ നമ്മളുണ്ട്, നമ്മുടെ ഫീലിങ്ങിനകത്ത്, നമ്മുടെ ആക്ഷനകത്ത് നമ്മളുണ്ടാകണം. അപ്പം ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഞാൻ എന്നെ കാണുന്നതും മറ്റുള്ളവർ എന്നെ കാണുന്നതും കൂടെ കൂടിയിട്ടാണ്. ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ എന്ന് പറയുന്ന സെൽഫ്, ഞാനെന്ന് പറയുന്ന വ്യക്തി, ഞാൻ എന്നെ കാണുന്നതും
മറ്റുള്ളവർ എന്നെ കാണുന്നതും അതിൻ്റെ ആകെത്തുകയാണ്. അപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ എന്നെ കാണുന്നത് എന്ന് പറയുന്നത് അതിനകത്ത് എൻ്റെ റേസ് ആകാം, എൻ്റെ ജാതിയാകാം, എൻ്റെ മതമാകാം, ഞാൻ വളർന്നു വന്ന സ്ഥലങ്ങളാകാം, എൻ്റെ വിദ്യാഭ്യാസമാകും, എൻ്റെ കാര്യങ്ങളാകാം. മറ്റുള്ളവർ കാണുന്ന വേറൊരു കൊണ്ട് എൻ്റെ പെരുമാറ്റമാകാം, എൻ്റെ ചിന്താഗതി, എൻ്റെ പെരുമാറ്റങ്ങളാകാം, എൻ്റെ വികാരങ്ങളാകാം. അപ്പോൾ ഞാൻ എന്നിൽ ഒരെണ്ണം കാണുന്നുണ്ട്. ഐ ആം നോട്ട് വാട്ട് ഐ തിങ്ക് വാട്ട് ഐ ആം. ഐ ആം നോട്ട് വാട്ട് യു തിങ്ക് ഐ ആം. വാട്ട് ഐ തിങ്ക് യു തിങ്ക് വാട്ട് ഐ ആം. അതാണ് ഐഡൻറ്റിറ്റി. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതോ അല്ല, പക്ഷെ ഞാനും മറ്റുള്ളവരും എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതാണ് ഞാനെന്ന് പറയുന്നത്. ദാറ്റ് ഇസ് കോൾഡ് ഐഡൻറ്റിറ്റി. ഒന്നുകൂടെ പറയാം. ഐ ആം നോട്ട് വാട്ട് ഐ തിങ്ക് വാട്ട് ഐ ആം. ഞാൻ ആരാണെന്ന് എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതോ അല്ല. ഐ ആം നോട്ട് വാട്ട് യു തിങ്ക് വാട്ട് ഐ ആം. നീ എന്നെക്കുറിച്ച് ഞാൻ ആരാണെന്ന് ചിന്തിക്കുന്നതല്ല, മറിച്ച് വാട്ട് ഐ തിങ്ക് യു തിങ്ക് വാട്ട് ഐ ആം. അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നതല്ല, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നതും മറ്റുള്ളവർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഈ രണ്ടിൻ്റെയും കൂടെ ആകെത്തുകയാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഈ ഐഡൻറ്റിറ്റിയുടെ കോൺസെപ്റ്റ് വരുന്നത്. ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂറ്റി ഇതും വരുമ്പോഴാണ്. അപ്പം ഈ സംഗതിയാണ് നമ്മൾ ഐഡൻറ്റിറ്റി എന്ന്. അപ്പോൾ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ പിന്നെ പറയുന്നത് ഈ എങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യുന്നു, ഐഡൻറ്റിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഒരാളുടെ ഐഡൻറ്റിറ്റി വന്നു കഴിഞ്ഞാൽ നേരത്തെ എങ്ങനെ ശരിയല്ല. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് വരുന്നത് കാരണം അതെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് വളർന്ന് എൻ്റെ ചിന്താഗതിയായിട്ട് വരണം. ആ യുവജനത്തെ യുവജനങ്ങളായിട്ട് അറിയണം. എൻ്റെ ഒന്നുകൂടെ മനസ്സിലാക്കിക്കൊള്ളാം. ഞാൻ വളർന്നു വരുമ്പം എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ എറിക്സൺ അതാ പറയുന്നത്, എൻ്റെ ഐഡൻറ്റിറ്റിക്ക് എൻ്റെ സെൽഫായിട്ട് ഞാനൊന്നും ചെയ്യുന്നു, ആ സെൽഫ് മറ്റുള്ളവർ അംഗീകരിക്കുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അത് നെഗറ്റീവായിട്ടാണ്, നെഗറ്റീവ് എമോഷൻസ് ആണ് എനിക്ക് തരുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് എനിക്ക് തരുന്നതെങ്കിൽ എൻ്റെ വളർച്ച, എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നശിച്ചു പോകും. അപ്പം എനിക്ക് എന്നിലുള്ള കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകും. അതേസമയം ഞാൻ ആ പ്രായത്തിൽ വരുമ്പോൾ എനിക്കതിന് മോട്ടിവേഷനാണ് കിട്ടുന്നതെങ്കിൽ, എനിക്കതിനുള്ള സപ്പോർട്ടാണ് കിട്ടുന്നതെങ്കിൽ എൻ്റെ വളർച്ച വ്യത്യസ്തമായിരിക്കും. അപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും എൻ്റെ ചിന്താഗതിയും അവിടെ നിന്നുള്ള സ്ട്രോക്കും അവിടെ നിന്നുള്ള സപ്പോർട്ടും അത് പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുള്ളൂ, അല്ലാതെ എൻ്റെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യില്ല. സോ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എനിക്ക് സമൂഹത്തിലുണ്ടാകുന്നത്, ഞാനൊരു കാര്യം ചെയ്യുമ്പം അത് ശരി എന്ന് പറയുക, അല്ലെങ്കിൽ അതിന് കറക്ഷൻ വരിക. നെഗറ്റീവ് ആകാം, നെഗറ്റീവ് ആകുന്നത് അത് മോശമായത് നിർത്താൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ സമൂഹത്തിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യും. എക്സാമ്പിൾ, ഞാൻ എൻ്റെ യൂത്തിൻ്റെ സമയത്ത് ഞാൻ സിഗരറ്റ് വലിക്കാൻ പോവുക, അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുക. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നെഗറ്റീവ് സ്റ്റോക്കാണ് തരുന്നത്. ഒരിക്കലും ശരി നീ ചെയ്യുന്ന തെറ്റെന്ന് പറയില്ല. അപ്പം അത് തെറ്റെന്ന് അത് ശരിയെന്ന് പറയില്ല, അത് തെറ്റാന്ന് പറയാം. തെറ്റാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകുന്ന അതിനെ കറക്റ്റ് ചെയ്തിട്ട് നല്ലൊരു ഇതിലേക്ക് പോവാം. അപ്പം അവിടെ നെഗറ്റീവ് പണിഷ്മെൻ്റ് ആണ്, പക്ഷെ നെഗറ്റീവാണ്, അത് കിട്ടുന്നത് നമുക്ക് പോസിറ്റീവാണ്. അതേസമയം ഞാനൊരു കലാകാരനാണ്, അല്ലെങ്കിൽ എനിക്ക് കലയിൽ താല്പര്യമാണ്, അല്ലെങ്കിൽ എനിക്ക് എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മെഡിസിൻ താല്പര്യം ഇല്ല, ഇതൊന്നും അല്ല, എനിക്ക് സാധാരണ പഠിക്കണമെന്ന് നോക്കി ഇറങ്ങുകയാണ്, എനിക്കിതൊന്നും അല്ല താല്പര്യം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങുമ്പം വേറെ ആരെങ്കിലും അതല്ല എന്ന് പറയും. കാരണം അതെൻ്റെ സെൽഫാണ്, ഞാൻ എന്നെക്കുറിച്ച് അറിയുന്നതാണ്. അവിടെ എനിക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അപ്പം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ സ്ട്രോക്ക് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസി വരുമ്പോൾ ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് സോഷ്യൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ പറയുക, സോഷ്യൽ ബേസ് ഓഫ് ഐഡൻറ്റിറ്റി. അപ്പം സമൂഹത്തിൻ്റെ വീക്ഷണത്തിൽ, സമൂഹത്തിൻ്റെ ചിന്താഗതികൾ വളർന്നു വരുന്നതനുസരിച്ച് നമ്മൾ എങ്ങനെ കാണുന്നു. ഇപ്പം ഈ സമൂഹത്തിൻ്റെ ചിന്താഗതികൾ വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ റേസ്, എത്നിസിറ്റി, കാസ്റ്റ്, അപ്പം ഓരോ കാസ്റ്റിൻ്റെയും കാര്യങ്ങൾക്കകത്ത് വരുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ ഒരു റേസ്, നമ്മളിപ്പോൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ അമേരിക്കൻ നമ്മൾ പറയും, അല്ലെങ്കിൽ ആഫ്രിക്കൻ ഇതെന്ന് പറയും, ഓർ ബ്ലാക്സ് വി ആർ സെയിങ് ദ ബ്ലാക്ക്. അപ്പം ഇത് പറയുന്നത് അവൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ സോഷ്യൽ ബേസിൽ അങ്ങനെയാണ്. അല്ല എത്നിസിറ്റി, വേറെ സ്ഥലത്ത് നിന്ന് വന്നതാണ്. നമ്മുടെ ഇവിടുന്ന് ഒരു ഫോറിനർ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പറയും ഓക്കെ ഇത് പിന്നെ ജർമ്മനാണ്,
അല്ലെങ്കിൽ ഇവനൊരു യൂറോപ്യൻ കൺട്രിയിൽ നിന്ന് വന്ന ആള്, ഇവൻ അമേരിക്കനാണ്, അല്ലെങ്കിൽ ഇവനൊരു കനേഡിയനാണ്. സോ ഇതാണ് എത്തനിസിറ്റി എന്നുള്ളത്. റേസ് എന്ന് പറയുന്നത് ഏതിൽ പെട്ടു. അപ്പം നമ്മൾ പറയാണ് ഒരു ബംഗാളി ഇവിടെ വന്നു, അത് ബംഗാളിയാണ്, ആ ബംഗാളിൽ നിന്ന് വന്നു. അപ്പം ഇത് ഏത് കാസ്റ്റ്? അപ്പം നമുക്ക് പണ്ട് നമ്മൾ കാസ്റ്റിനെ കുറിച്ച് പറയും. കാസ്റ്റ് എപ്പോഴും കാസ്റ്റ് ശൂദ്രനാണ്, ക്ഷത്രിയനാണ്, വൈശ്യനാണ്, അവൻ ഹിന്ദുവാണ്, അവൻ ക്രിസ്ത്യാനിയാണ്. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കാസ്റ്റിനും ഈ വലിയ പ്രാധാന്യം കൊടുക്കും. അപ്പം ഇവനെ ഒരാൾ കഴിവിൻ്റെ ഐഡന്റിറ്റി കിട്ടുന്നത് എൻ്റെ റേസിൻ്റെ പേരിലായിരിക്കാം, എത്തനിസിറ്റിയുടെ പേരിൽ, കാസ്റ്റിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ ഈ ഐഡന്റിറ്റി ഇപ്പം രണ്ട് രീതിയിൽ നിങ്ങളെല്ലാം കാണണം. ഇതൊരു സോഷ്യൽ ബേസിസ് ആണ്, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. വ്യക്തികളെ കാഴ്ചപ്പാടില്ല, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇവന് ഇന്ന കാറ്റഗറിയിൽപ്പെട്ടതാണ്, ഇന്ന രാജ്യക്കാരനാണ്, അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ടവനാണ് ഇത് പറയുന്നത്. അത് സോഷ്യൽ ബേസ് സോഷ്യൽ ഐഡന്റിറ്റി ഓഫ് ഐഡന്റിറ്റിയാണ്. സമൂഹം ഒരാളെ കാണുന്ന, ഒരാളെ നിലനിൽക്കുന്നത് അത് ഈ രീതിയിലാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇങ്ങനെ ഒരു യൂത്തിന് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്ന യൂത്ത് ഐഡന്റിറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കണതാണ്. എങ്ങനെയാണ് ഐഡന്റിറ്റി ഉള്ളത്, എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക ഈ യൂത്തിൻ്റെ ഒരു ഐഡന്റിറ്റി. ഈ ഐഡന്റിറ്റി എന്ന് പറയുന്ന യൂത്ത് അവൻ്റെ എങ്ങനെ ഐഡന്റിറ്റി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന ക്ലാസിൻ്റെ രീതിയിലാണ്. ക്ലാസ് എന്ന് വെച്ചാൽ ഇവൻ ഏത് ക്ലാസ്സിൽ, പണക്കാരനാണ്, പാവപ്പെട്ട, രണ്ട് ക്ലാസ്സാണ്. ഇവന് ടെക്നിക്കലി അറിയാവുന്ന ഒരാളാണ്, ഇയാൾ ഡോക്ടറാണ്, അതൊരു ക്ലാസ്സാണ്. ഇയാളല്ലെങ്കിൽ സർവീസ് ചെയ്തിരിക്കുന്ന ആളാണ്, ഇയാളൊരു പട്ടാളക്കാരനാണ്. അപ്പം നമുക്ക് ഐഡന്റിറ്റി വരുന്നത് ഈ ക്ലാസിൻ്റെ പേരിൽ നമുക്ക് ഐഡന്റിറ്റി വരികയാണ്. അപ്പം സോഷ്യൽ ബേസിസ് നമ്മൾ നോക്കുമ്പോൾ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വരുമ്പോഴത്തേക്ക് അത് റേസ്, എത്തനിസിറ്റി ആൻഡ് കാസ്റ്റ്. പിന്നെ നമ്മൾ വരുന്ന ക്ലാസ്, ഏത് ക്ലാസ്സിൽ പെട്ടതാണ്. അപ്പോൾ ഇയാളൊരു ടെക്നീഷ്യനാണ്, ഇയാളൊരു എഞ്ചിനീയറാണ്, ഇയാളൊരു ഡോക്ടറാണ്, ഇയാൾ പണക്കാരനാണ്, ഇയാൾ പാവപ്പെട്ടവനാണ്, ഇയാൾ ഇന്ന ഏരിയ എന്ന് വരും, അതൊരു ക്ലാസ് നമ്മൾ പറയാമല്ലോ. കാരണം ഇയാൾ ഒരു കോർപ്പറേഷനിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഇന്ന സിറ്റിയിൽ നിന്ന് വരുന്നതാണ്, അല്ലെങ്കിൽ ഇയാൾ മെട്രോപോളിറ്റൻ സിറ്റിയിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഇവിടെയും എത്തനിസിറ്റി, ക്ലാസ് വ്യത്യാസങ്ങൾ വരും. പിന്നെ സെക്ഷുവാലിറ്റി. അപ്പം സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, സെക്ഷുവാലിറ്റി ഏത് തരത്തിലുള്ളതാണ്. ഇയാൾ ഹെറ്ററോസെക്ഷലാണോ, ബൈസെക്ഷലാണോ, ഹോമോസെക്ഷലാണോ, അപ്പം ഇതാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അവൻ്റെ സെക്ഷൽ ചിന്താഗതി, അതിൻ്റെ ശാരീരിക ബന്ധപ്പെടലുകളോടുള്ള ഒരു താല്പര്യം കൊണ്ട് ലൈംഗികപരമായിട്ടുള്ള അവൻ്റെ ചിന്താഗതികൾ വെച്ചിട്ട് അവനെ തിരിക്കുക. അപ്പം നമ്മൾ പറയുന്നത് ഇവൻ്റെ ഹോമോസെക്ഷലാണ്, അതായത് ഇവൻ സെയിം സെക്ഷനാണ്, ഇവള് ലെസ്ബിയനാണ്, ഇവള് അതേ ജെൻഡറിൽപ്പെട്ട ആൾക്കാരുമായിട്ടാണ് ഒരു സെക്ഷൽ റിലേഷൻ, ഹെറ്ററോസെക്ഷലാണ്, അല്ലെങ്കിൽ ആണും പെണ്ണും ഇത് എല്ലാവരുമായിട്ട് സെക്ഷൻ ഉണ്ടാവും. അപ്പം ബൈസെക്ഷലാണ്. ഇത് കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ സെക്ഷുവാലിറ്റി, അവരുടെ ലൈംഗികമായ ചിന്താഗതി അനുസരിച്ച് നമ്മൾ ഒരാളെ ക്ലാസ്സായിട്ട് തിരിക്കുന്നു. ദെൻ കമ്മിങ് ടു റിലീജിയൻ. പിന്നെ ജെൻഡർ, ഏത് ആണാണ് പെണ്ണാണ്. ഇവിടെ നമ്മൾ കാണുകയാണ് ഇതൊരു ആണാണ്. അപ്പം നമ്മൾ ആണ് എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റി കൊടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഏതാ വേഷം ഇന്നതായിരിക്കണം. അത് നമ്മളത് എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം ആണുങ്ങളാണ് അത് പാൻസ് ധരിക്കണം, അല്ലെങ്കിൽ ഷർട്ട് ഇടണം, അല്ലെങ്കിൽ മുണ്ട് ധരിക്കണം. പെണ്ണുങ്ങളാണ് സാരി ധരിക്കണം, അല്ലെങ്കിൽ ചുരിദാർ ധരിക്കണം. സോ ജെൻഡർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു, അവർക്കൊരു ഐഡന്റിറ്റി കൊടുത്തു കഴിഞ്ഞു. അപ്പം നമ്മളൊരാളെ കണ്ട് ഇതാണാണോ പെണ്ണാണോ എന്നറിയുന്നത് അവൻ്റെ ജെൻഡറിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നിർവചനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്നതായിരിക്കണം എന്നുള്ള റോള് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലായിരിക്കണം നമ്മൾ തിരിച്ച് ഐഡന്റിറ്റി കൊടുക്കുക. അപ്പം ഈ ഐഡന്റിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് പിന്നെ റിലീജിയൻ ആയിട്ടൊന്ന്, റിലീജിയൻ ഏത് റിലീജിയനെ പെട്ടത് വിട്ടു പോയിട്ടുണ്ട്. ഏത് റിലീജിയൻ, അവൻ ഹിന്ദു ആണോ, ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, സിഖാണോ, അങ്ങനെയുള്ളത്. പിന്നെ ഏജ്, പ്രായം കുറഞ്ഞ ആൾക്കാർ. പിന്നെ ഡിസേബിലിറ്റിയാണ്, എന്തെങ്കിലും വൈകാരികമായ പ്രശ്നങ്ങളുള്ള ഡിസബിലിറ്റി, സ്പെഷ്യലി ചിലപ്പം അവർ വൈകല്യങ്ങളുള്ള, നമ്മൾ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള, ചിലപ്പം മാനസികമായിട്ട് അത്ര വളർച്ച പ്രാപിക്കാത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ജന്മനാകരണ എന്തെങ്കിലും അസുഖങ്ങളുണ്ടായിട്ടുള്ള ആൾക്കാരാണ്, എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ഡിസബിലിറ്റി ഓർ ഐഡന്റിറ്റി ഓഫ് സ്പെഷ്യലി ഏബിൾഡ്. അതുകൊണ്ടാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ കഴിവ് കുറഞ്ഞ ആൾക്കാർ, അതല്ല എന്നുണ്ടെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്.
അപ്പോൾ ഇത്രയും രീതിയിലാണ് ഒരു സോഷ്യൽ ബേസ് ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. റിലീജിയനോടെ ഉണ്ട്, റിലീജിയനോടെ എഴുതണം. അപ്പോൾ സോഷ്യൽ ബേസിസ് ഓഫ് ജെൻഡർ ഐഡൻറ്റിറ്റി, നമ്മൾ ഒരാളെ സമൂഹത്തിലേക്ക് ചെന്നാൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്. അപ്പം അത് റേസ് ആകാം, എത്തനിസിറ്റി ആകാം, കാസ്റ്റ് ആകാം, റിലീജിയൻ ആകാം. അപ്പം ഏത് സ്ഥലക്കാരനാണ്, ഏത് ദേശക്കാരനാണ്, ഏത് പ്രദേശക്കാരനാണ്, ഏത് രാജ്യക്കാരനാണ്, ആ രാജ്യത്ത് തന്നെ ഏത് ഇതിൽപ്പെട്ടതാണോ, അവർ ആഫ്രിക്കൻ അമേരിക്കൻ ആണോ, അല്ല നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ ഇന്ത്യൻ അമേരിക്കൻ ആണോ, അല്ല അമേരിക്കൻ ഇന്ത്യൻ ആണോ എന്ന് നമുക്കുള്ള തിരിക്കാം. അല്ലെ ഏത് സ്ഥലത്തു നിന്ന് വന്നതാണ്, ഒരു സിഗ്മിക്കാരനാണോ, അല്ലെങ്കിൽ ഭൂട്ടാൻകാരനാണോ, കാനഡക്കാരനാണോ, യൂറോപ്യൻ നിന്നാണോ, അത് നമുക്ക് ഏത് കാസ്റ്റ്, അവൻ ലോവർ കാസ്റ്റ് ആണോ, ഹയർ ക്ലാസ് ആണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, ഇങ്ങനെയുള്ള തരത്തിലാണ് കാസ്റ്റ് വയ്ക്കുന്നത്. ദെൻ ക്ലാസ്, എന്ത് ജോലിയുടെ ബേസിൽ നമുക്ക് തിരിക്കാം, സാമ്പത്തികത്തിൻ്റെ ബേസിൽ തിരിക്കാം, താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തിരിക്കാം, അവൻ്റെ അറിവിൻ്റെ ബേസിൽ തിരിക്കാം. ക്ലാസ്, ഈ ക്ലാസ് ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സാണ്, ഇത് എൻജിനീയേഴ്സിൻ്റെ ക്ലാസ്സാണ്, ഇത് സർവീസിലിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇത് മിലിറ്ററിയിൽ നിന്ന് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല രീതിയിൽ നമുക്ക് ക്ലാസ് തിരിക്കാം. സെക്ഷുവാലിറ്റി ബേസ്ഡ് ഓൺ ദ സെക്ഷൽ ബിഹേവിയർ, സെക്ഷൽ ആക്ട്, അത് ഹോമോസെക്ഷൽ ആണോ, ബൈസെക്ഷൽ ആണോ, ഹെട്രോസെക്ഷൽ ആണോ, ലെസ്ബിയൻ ആണോ. ജെൻഡർ മീൻസ് ദ സെക്സ് ഐഡൻറ്റിറ്റി ആണ്. സെക്സ് ഐഡൻറ്റിറ്റി ജെൻഡർ എന്ന് പറയുമ്പോൾ ആണാണോ പെണ്ണാണോ, മെയിൽ ഓർ ഫീമെയിൽ. ഇപ്പോൾ ആണാണെങ്കിൽ എങ്ങനെ ഇരിക്കും, ഇപ്പം നമ്മൾ ഇതിപ്പോൾ പലപ്പോഴും പറയാൻ പറ്റുകയില്ല, കാരണം ഇവിടെ ജെൻഡർ തിരിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമമുള്ളത് കൊണ്ട് ആണിന് വേണമെങ്കിൽ ഏത് വേഷത്തിൽ വേണമെങ്കിൽ നടക്കാം, പെണ്ണിന് പാൻസ് ധരിക്കാം, മുടി വെട്ടാം, ബോയ്സ് ക്രോപ്പ് ചെയ്യാം, ഷർട്ട് ധരിക്കാം, ഇതെല്ലാം ധരിക്കാം. പക്ഷെ എന്നാലും ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മെയിൽ ഫീമെയിലാണ്. അപ്പം വേഷം മാറിയത് കൊണ്ട് അല്ലെങ്കിൽ വേറെ വേഷവിധാനങ്ങൾ ധരിച്ചുകൊണ്ട് ഇവർക്കുള്ള ഐഡൻറ്റിറ്റി മാറുന്നില്ല. ആ ഐഡൻറ്റിറ്റി ഓൾവേസ് സെയിം ആയിരിക്കും നോക്കുന്നത്. അതായത് നിങ്ങൾ എങ്ങനെ ഏത് പ്രായത്തിൽ വന്നു കഴിഞ്ഞാലും ഏത് രീതിയിൽ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാലും മെയിൽ ഫീമെയിൽ അതിന് ആ ഒരു ജെൻഡർ തന്നെയാണ്. പിന്നെ ഏജ്, പ്രായത്തിൻ്റെ അനുസരിച്ച് നമുക്കുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, ഇത് യങ്സ്റ്റേഴ്സാണ്, ഇത് മിഡിൽ ഏജിലാണ്, ഇത് ഓൾഡ് ഏജ് ആണ്, അങ്ങനെ നമ്മൾ വയ്ക്കുക പ്രായത്തിൻ്റെ അനുസരിച്ച്. ഓക്കെ, ഇത് ഇൻഫൻസിയാണ്, ഇത് ഏർലി ചൈൽഡ്ഹുഡാണ്, ഇത് ചൈൽഡ്ഹുഡാണ്, ഇത് അഡോളസൻസ് ആണ്, ഇത് അഡൽട്ടാണ്, ഇത് ഓൾഡ് ഏജ് ആണ്. സോ ഏജിൻ്റെ രീതിയിൽ നമ്മൾ ചെയ്യാം. പിന്നെ അതിൻ്റെ ബേസ്ഡ് ഓൺ ഡിസബിലിറ്റീസ്, വൈകല്യങ്ങളുടെ പേരിൽ നമ്മൾ ആൾക്കാർ തിരിക്കുക. സ്പെഷ്യലി ഏബിൾഡ്, ഫിസിക്കലി ഏബിൾഡ്, സ്പെഷ്യലി ഏബിൾഡ്, mentally specially abled or mentally challenged, being an identity based on disability. Then social second perspective of identity, social symbolic interactionism. അപ്പോൾ സിംബോളിക് ആയിട്ട് നമ്മൾ എങ്ങനെ ഇവരെ നമ്മൾ കാണുന്നു. അപ്പോൾ സിംബോളിക് ഓരോന്നിനും ഓരോ രീതി, ഓരോ രൂപങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ രീതി അവരുടെ വളർച്ചയുടെ അനുസരിച്ച്, അല്ലെ അവരുടെ കാണുന്നത് ഇറ്റ്സ് ഒരു മിറർ ഇമേജ് പോലെയാണ്. അതായത് ഓരോരുത്തരുടെ രീതിയിൽ, ഓരോ രീതിയിൽ അവരുടെ വേഷത്തിൻ്റെ രീതിയിലായാലും, അത് വേറെ ആളുടെ കമ്പയർ ചെയ്യുന്നതാകാം, അവരുടെ പെരുമാറ്റത്തെ കുറിച്ച് ഒരു സിംബോളിക് ഇൻട്രാക്ഷനിസം നമ്മൾ എപ്പോഴും കാണാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇവർക്ക് ഒരു സോഷ്യൽ ഇത് കൊടുക്കാം. ദെൻ സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി, എങ്ങനെ ഇവരെ നമ്മൾ കാണുന്നു. അത് സോഷ്യൽ ഇൻട്രാക്റ്റീവ് തിയറി എന്ന് പറയുമ്പോൾ ഓരോ സമൂഹം ഓരോരുത്തരെ കാണുന്നത് ഏത് രീതിയിലാണ്, ഏത് രീതിയിൽ എടുക്കുന്നു. അപ്പം സോഷ്യൽ ഇൻട്രാക്റ്റീവ് തിയറി പറയും ഓരോ രീതിയിൽ ഓരോരുത്തരെ കാണുന്നത് ഇറ്റ്സ് ബിലോങ് ടു ഇന്നതാണ്. എ പോസിറ്റീവ് ഐഡൻറ്റിറ്റി, സോഷ്യൽ കമ്പാരിസൺ ബിറ്റ്വീൻ, രണ്ട് രീതികളിൽ നമ്മൾ കാണുക. അപ്പോൾ നമ്മൾ ഓരോ സമൂഹവും ഓരോ രീതി അല്ലെങ്കിൽ ഓരോ പെർസ്പെക്റ്റീവ് നമ്മൾ കൊടുത്തു, ഓരോരുത്തർ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പം ആ സൊസൈറ്റിയുടെ സോഷ്യൽ SIT, സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി എന്ന് പറയും. എറിക്സന്റെ പെർസ്പെക്റ്റീവ് അതല്ല. എറിക്സൺസ് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എൻ്റർലി വ്യത്യസ്തമായ ഒരെണ്ണമാണ്. കാരണം സമൂഹം എങ്ങനെ അംഗീകരിക്കുന്നു, ഒരു വ്യക്തി എങ്ങനെ അംഗീകരിക്കുന്നു, ആ വ്യക്തിയുടെ ചിന്താഗതിയും സമൂഹവുമായിട്ട് എങ്ങനെ ചേരുന്നു, അതാണ് എറിക്സൺ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്.
ഈ മാർഷ്യസ് മോഡൽ ഓഫ് ഐഡൻറ്റിറ്റി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അത് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ, അതായത് ഏതെങ്കിലും ഒരു പ്രായത്തിൽ ഐഡൻറ്റിറ്റി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നമ്മൾ ഉണ്ടാകുക. അപ്പോൾ ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കാനായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുക. അതായത് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യണം, ഏത് ചെയ്യണം, നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് വാട്ട് ഐ ആം എന്നുള്ള ഒരു കൺഫ്യൂഷൻ, ഒരു ചിന്താഗതി വരുമ്പം ആ ഐ എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു ധാരണ എടുക്കാൻ വരുമ്പം ആ ചിന്താഗതിയിലുണ്ടാകുന്ന വ്യത്യാസം ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ, നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അതിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഞാൻ ആരാണ് എന്നുള്ള രീതിയിൽ വരുന്നതിന് മുമ്പ് നമുക്കതിന് ഒരു ക്ലോഷർ. മറ്റേത് കൺഫ്യൂഷനാണ്. വാട്ട് ഐ ആം എന്നുള്ള ചോദ്യം ചോദിക്കുമ്പം നമുക്കൊരു കൺഫ്യൂഷൻ, ഇത് എന്താണ്, അതാണ്, ഇതാണ് ശരി. ഇതല്ല, നമ്മൾ അതിന് മുമ്പ് തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മളതിനെ ഫോർക്ലോഷർ ചെയ്യുക, അതിന് മുമ്പ് തന്നെ അതിനെ നിർത്തുക. ദെൻ ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്ന് പറയുന്നത്, ഇത് നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, ഒരു വ്യക്തി തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പാരൻസിൻ്റെ പാരൻസ് ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പം നമുക്കൊരു വ്യക്തമായ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക, അതേസമയം മറ്റുള്ളവർ നമ്മുടെ മുകളിൽ ഒരു തീരുമാനം എടുപ്പിക്കുക. അപ്പം ആദ്യത്തെ നമ്മൾ ചെയ്യാനുള്ള കൺഫ്യൂഷൻ എന്ത് ചെയ്യണം എന്നുള്ളത്. രണ്ടാമത് നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നിർബന്ധിതമായിട്ട് വേറെ എന്തെങ്കിലും പോവുക. ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്ന് വെച്ചാൽ നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, നമ്മൾ ഏത് തീരുമാനത്തിനും വേറെ ഒരു കൺട്രോളുണ്ട്, നിയന്ത്രണം ഉണ്ടാകുക. ദെൻ ഐഡൻറ്റിറ്റി അച്ചീവ്, ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്യുമ്പോൾ വാട്ട് ഐ ആം ഓർ വാട്ട് ഐ ഹാവ് ടു ഡു, വാട്ട് ഈസ് മൈ പെർസ്പെക്റ്റീവ്, വാട്ട് ഐ ഷുഡ് ഡു, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്തായിരിക്കും, ഞാൻ എങ്ങനെയായിരിക്കും, ഞാൻ എങ്ങനെ കാണിക്കണം, അതിന് ഒരു വ്യക്തമായ ധാരണ വരികയാണ് ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് നമ്മൾ പറയുക. അത് ജെയ്സ് മാർക്കിഷ് തിയറി അതാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമുക്കുണ്ടാകുന്നതായ ഡിഫ്യൂഷൻ, ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരിക, അല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുത്ത് അതിന് ഫൈനൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് എഗൻസ്റ്റ് ആയിട്ട്, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതായിട്ട് വരിക. ദെൻ ഐഡൻറ്റിറ്റി മൊറട്ടോറിയം, നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വരികയും ആ തീരുമാനം മറ്റുള്ളവർ നമ്മളെ കൊണ്ടെടുപ്പിക്കും. എക്സാമ്പിൾ പാരൻസൊക്കെ നമ്മളെ കൊണ്ടെടുപ്പിക്കും. ഇപ്പം ഞാനൊരു എഞ്ചിനീയർ ആണോന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആണോന്ന് വിചാരിക്കും. അപ്പം പാരൻസ് പറയാതല്ല ശരി, ഇതാണ് ശരി, ഇങ്ങനെ പോകും. അപ്പോൾ ഒരു കുട്ടി നല്ലൊരു കലാകാരനാണ്, അപ്പോൾ ഞാൻ പറയും അതല്ല, കലയൊന്നും കൊണ്ട് പറ്റില്ല. ഒരു സ്പോർട്സാണ്, ഓടാനും ചാടാനും പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല, നീ ഇന്നതാകണം. അപ്പം നമ്മൾ അതാണ് മൊറട്ടോറിയം എന്ന് പറയുന്നത്. പിന്നെ ഇതല്ല, നമ്മൾ ഞാൻ ആരാണ് എന്താണെന്നുള്ളത് സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ്. ഇത് ഒരു ഇന്ത്യൻ പെർസ്പെക്റ്റീവിൽ നമുക്ക് വേണം ഇതിനെക്കുറിച്ച് പറയാം. ആ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ മാസ്ലോ തിയറിയൊക്കെ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നതാണ്. അത് ഏതിൻ്റെയെങ്കിലും ആ ഉന്നത നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആ സമൂഹത്തിൽ നമ്മളെ ആയിട്ട് നമ്മൾ പ്രദർശിപ്പിക്കാൻ സാധിക്കണം, അല്ലെ കാണിക്കാൻ സാധിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ഐഡൻറ്റിറ്റി. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ സെൽഫ് ഡെവലപ്മെൻറ്റിലുള്ള ഫാമിലി എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഒരു അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന കുടുംബം, അല്ലെ പണ്ടത്തെ കോൺസെപ്റ്റ് കൂട്ടുകുടുംബമായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും അമ്മൂമ്മയും സഹോദരന്മാരും എല്ലാം കൂടെ കൂടുന്നതാണ്. ഇപ്പം നമ്മൾ പറയുന്നത് ഒരു അച്ഛനും അമ്മയും കുട്ടികളും അടങ്ങുന്ന ഒരു കുടുംബം, 1, 2, 3 പേർ ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ഇവിടെ മാരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ബിറ്റ്വീൻ ദ പാരൻസ് ഈ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യാൻ വളരെ വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു സംഗതിയാണ്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു മാരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ, കുടുംബജീവിതത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷമില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് ദ ചൈൽഡ്. അപ്പം ഇത് സാറ്റിസ്ഫാക്ഷൻ പല പാരൻസ് നമ്മൾ കാണിക്കും, നമ്മൾ ഭയങ്കര സന്തോഷമാണ്, നമ്മളൊരു കുഴപ്പവും ഇല്ലെന്ന് കാണിക്കുകയും, പക്ഷെ അതേസമയം ഇവർ തമ്മിൽ പ്രശ്നമുണ്ട്. കുട്ടികളിത് അറിയാൻ പറ്റും, ഇറ്റ് വിൽ അഫക്ട്. അപ്പം ഇത് അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്. പിന്നെ നമ്മളുണ്ടാകുന്ന റിലേഷൻ എമംഗ്സ് ദ ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് ദ ഫാമിലി. പിന്നെ ആദ്യത്തെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം,
പിന്നെ റിലേഷൻ എമംഗ്സ് ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് ദ ഫാമിലി. പലപ്പോഴും നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പറയുന്നത് ന്യൂക്ലിയർ ഫാമിലിയാണ്. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത് കുഴപ്പമില്ല, ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും നമ്മൾ ജീവിക്കുന്നിടത്താണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പം ആ അച്ഛൻ്റെ അമ്മയുടെയും സഹോദരി സഹോദരന്മാരുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെയും അമ്മയും അച്ഛനുമുണ്ട്, നമ്മുടെ താഴോട്ട് നമ്മൾ സിബ്ലിങ്സിനുണ്ട്, അച്ഛൻ്റെ അമ്മയും സഹോദരന്മാർക്കും മക്കളും അവരുടെ മക്കളും ഉണ്ട്, അമ്മയുടെ ഉണ്ട്. അപ്പം ഇതാണ് റിലേഷൻഷിപ്പ് ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് ഫാമിലി. പണ്ട് കാലഘട്ടങ്ങളിൽ ഇന്ത്യയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. അപ്പോൾ എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു, റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഒരു റോള് പ്രാധാന്യമുണ്ട്. അതായത് നമ്മൾ വീട്ടിലെ മൂത്തൊരാളാണ്, ഈസ് ദ ലീഡർ. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദർ ഉണ്ടെന്നിരിക്കണം, ഗ്രാൻഡ് മദർ ഉണ്ടെന്നിരിക്കണം, അവരാണ് അതിൻ്റെ നിയന്ത്രിക്കുന്ന ആൾക്കാർ. ദർ ഇസ് എ ലീഡർ. അപ്പം ഇവിടുന്നാണ് അപ്പം ആ ഒരു ഓർഡറിൽ ഹൈറാർക്കിയിൽ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ ഹൈറാർക്കി എന്താണെന്നുള്ളത് എൻ്റെ പൊസിഷൻ ഇറ്റ് ഇസ് ക്ലിയർലി ഡിഫൈൻഡ് ആണ്. അത് വ്യക്തമായിട്ട് എഴുതപ്പെട്ടിരിക്കുകയാണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇപ്പം ഗ്രാൻഡ് ഫാദറാണ്, ആ ഗ്രാൻഡ് ഫാദർ റൂൾ ചെയ്യണം, മക്കളുണ്ട്, മക്കൾ പൈസ കൊണ്ടുവന്നു, മക്കൾ ഇത് ആ കുടുംബത്തിന് മുഴുവൻ വേണ്ടിയിട്ട് ഇതാണ്. അപ്പം ഇന്ന കുടുംബത്തിനൊന്ന്, അപ്പം മൂത്ത മകന് ഇന്നതാണ്, രണ്ടാമത്തെ മകൻ്റെ ജോലി ഇതാണ്, മകളുടെ ഇതാണ്. ഇത് ക്ലിയർലി ഡിഫൈൻഡ് ആണ്, നിർവചിക്കപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പം നമ്മളൊരു മ്യൂച്വൽ റെസ്പെക്റ്റ്, പരസ്പര ബഹുമാനം, പരസ്പര വിധേയത്വം, ആ പരസ്പര വിധേയത്വം, പരസ്പര ബന്ധങ്ങൾ, റെസ്പെക്റ്റ്, ഇത് നമ്മളുണ്ടായിരുന്നു. അപ്പം ഇത് ഫാമിലി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരാൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ആ റോൾ ഡിഫൈൻഡ് ആണ്. എൻ്റെ റോൾ ഇതാണ്, ഒരു ജോലിക്ക് പോകുന്ന ആൾ റോൾ ഇതാണ്, പൈസ ഉണ്ടാക്കുന്ന ആൾ റോൾ ഇതാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ആൾ റോൾ ഇതാണ്. ദാറ്റ് ഇസ് കോൾഡ് ക്ലിയർലി ഡിഫൈൻഡ്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം അതില്ല. ഇപ്പം നമുക്ക് അങ്ങനെ ഹൈറാർക്കി ഇല്ല. ഹൈറാർക്കി എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് വീട്ടിലൊരു ലീഡർ ഉണ്ടായിരിക്കണം. ഒരു കുറേ ആൻസ് ഉറുമ്പുകൾ നടന്നു പോവുകയാണെങ്കിൽ ആ ഉറുമ്പിനെ നയിക്കുന്ന മുമ്പിൽ ഒരു ലീഡറുണ്ട്. ആ ലീഡർ പോയി കഴിഞ്ഞാൽ തീർന്നു. കുറേ പക്ഷികൾ പറന്നു പോവുകയാണ്, പക്ഷിയുടെ മുമ്പിൽ ഒരു ലീഡറുണ്ട്, അതാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്. ആ ലീഡറെ നശിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് ചെതറിപ്പോയി. അപ്പം ഈ ഒരു വീട്ടിൽ 2 പേരോ 3 പേരോ ഉള്ളതല്ല കാര്യം. ഇവിടെ നമുക്കൊരു വഴികാട്ടി നമ്മുടെ മുമ്പ് ദർ ഷുഡ് ബി ലീഡർ. ആ ലീഡർ ഉള്ളപ്പോൾ ഡിഫൈൻഡ് ആണ്. അച്ഛൻ്റെ ജോലി ഇതാണ്, അമ്മയുടെ ജോലി ഇതാണ്, മക്കളുടെ ജോലി ഇതാണ്. ഇപ്പോൾ ഇപ്പം ഐഡൻറ്റിറ്റി മനസ്സിലായി. ഐ എം എ സ്റ്റുഡൻറ്റ്, ഞാൻ പഠിക്കേണ്ടതാണ്. ഞാൻ നാളെ എൻ്റെ റോള് മാറും. ഞാൻ കല്യാണമൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് കുട്ടികളാകുമ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനെടുത്ത സാധനം ഞാൻ എൻ്റെ കുടുംബത്തിലെടുക്കുകയാണ്. അപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം, ആ പരസ്പര ധാരണകൾ ഉണ്ടാകണം, ഒരു മോഡലിൽ നമുക്ക് പകർത്തി വെക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. അപ്പോൾ ഇത് ഒരു ഐഡൻറ്റിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാരൻറ്റിങ് സ്റ്റൈൽ എങ്ങനെ വളർത്തുന്നു, പാരൻറ്റിങ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ഫാമിലി. ഏത് തരത്തിലുള്ള ഇതാണ് വളർത്തുന്നത്, ഏത് രീതിയിലാണ്, ആ പാരൻറ്റിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് അതോറിറ്റേറിയൻ ആണോ, അതോ ഡെമോക്രാറ്റിക് രീതിയിലാണോ വളർത്തുന്നത്, ഓർ റെസ്പെക്റ്റ് കൊടുത്തിട്ടാണോ, ഓർ ഈക്വലി ഷെയറിങ് ആണോ. അപ്പോൾ ചിലർക്ക് അതോറിറ്റേറിയൻ ആയിരിക്കും, ഞാൻ പറയുന്നത് വീട്ടിൽ കേട്ടാൽ മതി, ഐ ആം ദ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി, ഞാൻ അവിടുത്തെ ഫാദർ ഓൾവേസ് റൈറ്റ്, ഫാദർ ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ള രീതിയിലാണ്. അച്ഛനും അമ്മയും ഞങ്ങൾ തീരുമാനമെടുക്കും, കുട്ടികൾ നടത്തിക്കൊണ്ട് വരണം, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പം ഇതെല്ലാം കൂടിയാണ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നത്. അപ്പം ഫാമിലി ഫങ്ഷൻസ് എന്താണ്? ഫാമിലിയുടെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ദ നമ്പർ 1 ഇസ് ദ റീപ്രൊഡക്ഷൻ, നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുക. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് പോപ്പുലേഷൻ നിലനിൽക്കുകയുള്ളൂ. പോപ്പുലേഷൻ അടുത്ത തലമുറ വേണം. റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറകൾ വേണം. അടുത്ത തലമുറ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചല്ല, പക്ഷെ അടുത്ത തലമുറ ഉണ്ടെങ്കിൽ നമ്മൾ നിലനിൽക്കുകയുള്ളൂ. അപ്പം ഫങ്ഷൻ ഓഫ് ദ ഫാമിലി ഫസ്റ്റ് 1 എന്ന് പറഞ്ഞ റീപ്രൊഡക്ഷൻ ആണ്. അടുത്ത ഒരു തലമുറ ഉണ്ടാക്കുക. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് ദ ഫാമിലി. സെക്കൻഡ് വൺ സോഷ്യലൈസേഷൻ, എഡ്യൂക്കേഷൻ. ഈ സമൂഹ ഫാമിലി ആണ് നമ്മൾ എങ്ങനെ ആൾക്കാരുമായിട്ട് ചേരണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഒരു ചെറിയ സംഗതി എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്,
മനസ്സിലാക്കേണ്ടത്. ഇത് പുസ്തകത്തിൽ വേറിട്ട് പറയണം. അപ്പം നമ്മളൊരു ഒരു ഒരു അച്ഛനും അമ്മയും മക്കളും താമസിക്കുന്നു. അച്ഛനും അമ്മയും നെയ്ബേഴ്സുമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത ആളാണ്. സമൂഹമായിട്ട് ആൾക്കാർ ആരുമായിട്ടില്ലായിരിക്കാം. അപ്പം വരുന്ന ആ അടുത്ത തലമുറ എങ്ങനെ ഇതായിരിക്കും എൻ്റെ ഐഡൻറ്റിറ്റി എന്നൊരു തീരുമാനം എടുക്കുക. അതേസമയം ഈ അച്ഛനും അമ്മയും മറ്റുള്ളവരായിട്ട് ഇടപെടേണ്ടത് എങ്ങനെയാണ്? അവർ ഇത് ഇന്നതാണ് സമൂഹം, ഈ സമൂഹമായിട്ട് നമ്മൾ എങ്ങനെ ചേരണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുക്കുക. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഫാമിലിയുടെ ഫംഗ്ഷനാണ്. ഇവരെ പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ആക്ച്വലി ലേണിംഗ് പ്രോസസ്സാണ്. എഡ്യൂക്കേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഇറ്റ്സ് എ ലേണിംഗ് ആണ്. ഒരു പ്രോസസ്സ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പണ്ടത്തെ ഉള്ള കാലഘട്ടത്തിൽ ഒരു ചെറിയ വ്യത്യാസം. പണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്ന പഠിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതിന് മുമ്പ് കുറച്ച് ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ 3-4 കിലോമീറ്റർ നടന്നായിരിക്കും പോകുന്നത്. ഈ 3-4 കിലോമീറ്റർ നടന്നു പോകുമ്പോൾ നമ്മൾ കുറച്ച് പേർ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ അവരുടെ അനുഭവങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മൾ വഴി കാണുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക, മറ്റുള്ളവരെ കാണുമ്പോൾ കാര്യങ്ങൾ പഠിക്കുക, മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുക. ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സ്. ഈ ലേണിംഗ് സോഷ്യലൈസേഷനും ലേണിംഗ് പ്രോസസ്സും കൂടെ വന്നു കഴിയുമ്പോഴാണ് എഡ്യൂക്കേഷനൂടെ അവിടെ ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസം സ്കൂളിൽ പോയി നമ്മൾ അക്ഷരങ്ങൾ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന എഡ്യൂക്കേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സ്. സമൂഹമായിട്ട് ചേരുക, സമൂഹത്തിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, സമൂഹത്തിന് നമുക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കുക. ദിസ് കോൾഡ് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷൻ. ദെൻ അസൈൻമെന്റ് ഓഫ് സോഷ്യൽ റോൾസ്. നമ്മൾ സമൂഹത്തിൽ എന്താണ് നമ്മുടെ റോൾ? ഒരു റോളുണ്ട്. അത് കുടുംബത്തിൽ റോളുണ്ട്, അച്ഛൻ്റെ റോളുണ്ട്, അമ്മയ്ക്ക് റോളുണ്ട്, അവർ തൊഴിൽ സ്ഥാനത്ത് പോകുമ്പോൾ അവരുടെ റോളുണ്ട്. ഇവർക്ക് സമൂഹത്തോടുള്ള കടപ്പാടുകൾ. ഒരു സാമൂഹിക ജീവി എന്നുള്ളത് കൊണ്ട് എൻ്റെ റോൾ എന്താണ് സമൂഹത്തിന്? അപ്പം ഞാൻ എൻ്റെ വീട്ടും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയോട് ഞാൻ എൻ്റെ നീതി ഞാൻ പാലിക്കുന്നില്ല. അപ്പം ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് അല്ലെ എനിക്ക് എന്തൊക്കെ റോളുണ്ട്? എക്സാമ്പിൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ എനിക്കൊരു വീടുണ്ട്, ഞാൻ അവിടെ താമസിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിൽ എനിക്കൊരു കടപ്പാടുകളുണ്ട്. ഇതുണ്ട്, എൻ്റെ വേസ്റ്റ് വേറത്തിൻ്റെ പറമ്പിൽ എറിയാനുള്ളതായ അവകാശം എനിക്കില്ല. വേറെ ആൾ ഉപദ്രവിക്കാനുള്ള അവകാശങ്ങൾ എനിക്കില്ല. അതേസമയം ഇവിടെ ലീഡർഷിപ്പ് എടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അവർക്കൊരു ആവശ്യം വന്നാൽ ഞാൻ അവർക്ക് ഒരു സഹായമായിട്ട് നിൽക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം ഇതാണ് നമുക്ക് സമൂഹത്തിലുള്ള അസൈൻമെൻറ്റ് ഓഫ് റോൾ. ചില കാര്യം നമുക്ക് ലീഡർഷിപ്പ് എടുക്കേണ്ടി വരിക, ചില ആൾക്ക് സഹായിക്കേണ്ടതായിട്ട് വരിക, ചില ഭാഗത്ത് ഗൈഡ് ചെയ്യേണ്ടതായിട്ട് വരിക, ചില ഭാഗത്ത് ഞാൻ എൻ്റെ റോൾ, ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുക. അതാണ് അസൈൻമെന്റ് ഓഫ് സോഷ്യൽ റോൾ. ഇത് വീട്ടുകാരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, വീടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ കുറേ വേസ്റ്റ് എടുത്ത് അയൽവക്കത്തെ പറമ്പിലേക്ക് ഇടാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. കുട്ടികളിൽ മനസ്സിലാക്കുന്നത് എന്താണ് അത് ചെയ്യാം. ദെൻ എക്കണോമിക് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലായിട്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ട് കൊടുക്കുന്ന അല്ല, ഇത് നർച്ചറൻസ് ഉണ്ട്. എങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നു, പൈസ കൊടുക്കുന്നത് മാത്രമല്ല, ഇൻറ്റിമസി ഉണ്ടാക്കുക, കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക, അവന് സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കി എങ്ങനെ സാമ്പത്തികമായിട്ട് അവന് നേടാമെന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു കൊടുക്കുക. ഇതുകൊണ്ട് അപ്പം ഈ എക്കണോമിക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഇതല്ല, പൈസ മാത്രമല്ല. എക്കണോമിക് സപ്പോർട്ട് നമ്മൾ കൊടുക്കും. മറ്റുള്ളവർ നമ്മൾ എങ്ങനെ ചെയ്യണം, മറ്റുള്ളവർ നമ്മൾ ഏത് രീതിയിലൊക്കെ കാണണം, എങ്ങനെ നമുക്ക് അവർക്ക് ഫുഡ് കൊടുക്കാൻ മനസ്സിലാക്കി എങ്ങനെ അവരെ നോക്കാൻ പറ്റും. ദെൻ എമോഷണൽ സപ്പോർട്ട്, നർച്ചറൻസ്, എമോഷണൽ സപ്പോർട്ട്, വൈകാരികമായിട്ട് നമുക്ക് സപ്പോർട്ട് കൊടുക്കണം. പക്ഷേ ഫാമിലിയുടെ ഫങ്ഷൻ എന്ന് പറയുന്ന ഇത്തരം ഫങ്ഷൻസ് ഫാമിലിയിൽ ഉണ്ടാകണം. റീപ്രൊഡക്ഷൻ, ഓഫ് കോഴ്സ് റീപ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഫാമിലി ഉണ്ടാകുന്നത്. ഒരു അടുത്ത സമൂഹം നമുക്കുണ്ടാകുമ്പോഴാണ്, അടുത്ത ജനറേഷൻ നമുക്കുണ്ടാകുന്നുണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ സോഷ്യലൈസേഷൻ, എങ്ങനെ സാമൂഹ്യമായിട്ട് നമുക്ക് പെരുമാറാം, എങ്ങനെ സമൂഹത്തോട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് കാണിക്കാം. സോഷ്യലൈസേഷൻ, എഡ്യൂക്കേഷൻ എന്ന് ഒരിക്കൽ കൂടെ പറയാം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി കൊടുക്കുന്ന എഡ്യൂക്കേഷനെ മാത്രമല്ല ഉദ്ദേശിച്ചത്. ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്സ്. നമ്മൾ സമൂഹത്തിന് നമ്മൾ എന്ത് പഠിപ്പിക്കുന്നു, സമൂഹത്തിൽ നമ്മൾ എന്ത് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു, അത് എവിടുന്ന്, അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. സമൂഹമായിട്ട് ഇടപെടുമ്പോൾ സമൂഹത്തിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. ആൾക്കാരെ എങ്ങനെ ഇപ്പം ഒരു ഉദാഹരണത്തിന് മൂത്താഴെ ബഹുമാനിക്കണം. അത് നമ്മൾ ബഹുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല, നമ്മൾ ബഹുമാനിച്ച് കാണിച്ചു കൊടുക്കണം. സഹജീവികളോട്, മൃഗങ്ങളോട് നമ്മൾ കരുണ കാണിക്കണം.
അവരെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല, അവരിത് ചെയ്യാൻ പാടില്ല, മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. ഇത് ലേണിങ്. അത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ പോയിരിക്കും പഠിക്കുന്നതുകൊണ്ടല്ല കിട്ടുന്നത്. അത് സൊസൈറ്റി ആയിട്ട് ചേരുമ്പോൾ, സമൂഹമായിട്ട് നമ്മൾ വരുമ്പോൾ നമ്മുടെ വീട്ടുകാരെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നതാണ്. പിന്നെ സോഷ്യൽ റോൾ, സമൂഹത്തിൽ നമ്മുടെ റോള്, നമുക്കൊരു കടമയുണ്ട്, സമൂഹത്തോട് നമുക്കൊരു കടമയുണ്ട്. അതാണ് സോഷ്യൽ റോൾ. എൻ്റെ ഈ രൂപത്തിൽ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനകത്ത് ഞാൻ എന്തൊക്കെ ചെയ്യാം. അപ്പം വീട്ടിൽ മാത്രമല്ല, വീട്ടിൽ അച്ഛൻ്റെ റോൾ നമ്മൾ ചെയ്യുന്നു, ആ ആള് ഓഫീസറുടെ റോൾ ചെയ്യുന്നു, മക്കളെ വളർത്തുന്ന റോൾ ചെയ്യുന്നു, സമൂഹത്തിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, ഇതിൻ്റെ സാമൂഹ്യമായിട്ട് നിനക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം. എക്കണോമിക് സപ്പോർട്ട് സാമ്പത്തികം മാത്രമല്ല. സാമ്പത്തികം മാത്രമല്ല എക്കണോമിക് സപ്പോർട്ട് എന്ന് പറയുന്നത്. എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ കൊണ്ടുവരണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, എങ്ങനെ വളരാനായിട്ട് നിങ്ങൾക്ക് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് എക്കണോമിക് സപ്പോർട്ട്. എമോഷൻ സപ്പോർട്ട് വൈകാരികമായിട്ടാണ്. അത് സ്നേഹത്തിലും സന്തോഷത്തിലും സന്താപത്തിലും നമ്മൾ കൂട്ടത്തിൽ നിന്ന് ഇതെങ്ങനെ ചെയ്യണം. അത് കുടുംബത്തിൽ മാത്രമല്ല, സഹജീവികളോടും നമ്മൾ എങ്ങനെ ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് എമോഷൻ, വൈകാരികമായ ഒരു സപ്പോർട്ട്, ഒരു സമീപനം. അതാണ്. അപ്പം ഇത് പാരൻറ്റിങ് സ്റ്റൈൽ നമ്മൾ ആദ്യം പറഞ്ഞു. പാരൻറ്റിങ് അപ്പം എന്തും കുട്ടികളെ ചെയ്യാനായിട്ട് പെർമിസീവായിട്ട് നമ്മൾ അനുവാദം കൊടുക്കും. കാരണം നിങ്ങൾക്ക് ചെയ്യുന്നോ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. അപ്പം അവർ ഓൺ ആക്ടിവിറ്റീസ്, അതായത് അവരെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ, ഇത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ അപ്പം എന്തും ചെയ്യാനായിട്ടുള്ള അവകാശമല്ല. ഇപ്പം കുട്ടികൾക്ക് സിനിമ കാണാനായിട്ട് നമുക്ക് കാണാൻ പോകാം, പക്ഷെ രാത്രി 12 മണിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, അവർക്ക് പെർമിസീവാണ്. പക്ഷേ മൊബൈൽ ഫോൺ അനാവശ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കും, പഠിക്കേണ്ട സമയത്ത് ഉപയോഗിക്കാം. അപ്പം ഇതൊരു നല്ല സ്റ്റൈലല്ല. അപ്പം ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക വേണമെങ്കിലും അതിനുള്ള അതോറിറ്റേറിയൻ, എന്ത് പറഞ്ഞാലും അച്ഛനും അമ്മയും പറയുന്നത് ചെയ്യുക. ഓൾവേസ് കൺട്രോളിങ്, അവരെ കൺട്രോൾ ചെയ്യുക. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ വരിക. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ വരുമ്പോൾ എന്താ പറ്റുന്നത്, ഇത് ചെയ്യേണ്ടതെന്നുള്ള വരിക. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ചെയ്യാൻ പറ്റാതെ വരിക. ദെൻ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. അതോറിറ്റേറിയൻ ഉണ്ട്, നമ്മൾ പറയുന്ന മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്. മറ്റേ അതോറിറ്റേറിയൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റാൻഡേർഡൊക്കെ നമ്മൾ വെച്ചിട്ട് അത് ചെയ്യാം. മറ്റേ അതോറിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുട്ടികളെ പറയാം. പെർമിസീവ്. അപ്പോൾ കുട്ടികളുടെ സ്വാതന്ത്ര്യം, കുട്ടികൾക്ക് എന്ത് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് നമ്മൾ കുട്ടികൾ ചെയ്യാം. അതോറിറ്റേറ്റീവായിട്ട്, അതായത് ഒരു ഡിമാൻഡിങ് ആകാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, പക്ഷെ നമ്മളൊരു ഗൈഡായിട്ടൊന്നും നമുക്ക് കാര്യങ്ങൾ കൊടുക്കാം. മറ്റേ നമ്മൾ പറയുന്ന മാത്രം കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ 3 രീതിയിലാണ് നമുക്ക് പാരൻറ്റിങ് സ്റ്റൈൽ നമുക്കുണ്ടാകുക. അപ്പം ഇതിൽ ഏത് പാരൻറ്റിങ് സ്റ്റൈലാണ് നല്ലത് എന്ന് ചോദിക്കുക, ദാറ്റ് ഡിപ്പെൻസ് ആണ്. ചില സമയത്ത് നമ്മൾ പെർമിസീവ് പാരൻറ്റിങ് ആയിരിക്കണം. കുട്ടികളെ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. ചില സമയത്ത് നമ്മൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ഡെമോക്രാറ്റിക് വേ ഓഫ് കാര്യങ്ങൾ ചെയ്യുക. മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാം. മറ്റേ അതോറിറ്റേറ്റീവ്, ഞാൻ പറയുന്നത് കേട്ടേ പറ്റുള്ളൂ, അത് കേൾക്കുക. ഇത് 3ഉം കൂടെ മിക്സ് ചെയ്യുന്ന ഒരു ഇത്, ഏത് റൈറ്റ് ഏത് റോങ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ ഇതിന് എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന ചില സമയത്ത് നമ്മൾ പെർമിസീവ് പാരൻ്റ് ആയിരിക്കണം, ചിലപ്പോൾ അതോറിറ്റേറിയൻ ആയിരിക്കണം, നമുക്ക് ഒരു മ്യൂച്വലി എഗ്രി ചെയ്യുന്ന കാര്യത്തിലാക്കണം. ചില സമയത്ത് നമ്മൾ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമ്മൾ ചോദിക്കാൻ പറയാൻ പറ്റില്ല. ഓരോന്നിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും നമുക്കുണ്ടാകും. പക്ഷെ ഇത് ഒരു മിക്സ് ചെയ്ത് ഒരു മിക്സഡ് ആയിട്ടുള്ള സമ്മിശ്രമായ രീതിയിലായിരിക്കണം എപ്പോഴും പാരൻറ്റിങ് നടത്തുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് യൂത്ത്സ്, എന്താണ് അവരുടെ യൂത്ത് ഐഡൻറ്റിറ്റി എങ്ങനെ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം ഇതിന് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിന് നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചാൽ ഇതിന് ഒരു ഉദാഹരണം എന്ന് പറയാം, പാരഡോക്സ് എന്ന് പറയുന്നത് എങ്ങനെ കാണുന്നു. അപ്പം ഏറ്റവും അത്യാവശ്യം എന്ന് വെച്ചാൽ സൊസൈറ്റി നമ്മളെ കാണുന്നതും സൊസൈറ്റി നമ്മളെ കാണുന്നതും, അതാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി എന്ന്. ഓരോ റോൾ എന്താണ്, അപ്പോൾ ആ റോള് ഞാൻ എങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ്, കണ്ടിജൻ്റ്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കണ്ടിജൻ്റ്, അതിങ്ങനെ
മാറിക്കൊണ്ട് സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഐഡൻറ്റിറ്റി നമ്മൾ മാറിക്കൊണ്ടു. പക്ഷെ അതൊരു പെർമനൻ്റ് ആണ്, സ്റ്റേജാണ്. നമ്മൾ ഐഡൻറ്റിറ്റി നമ്മൾ പെർമനൻ്റ് ആണ്, പക്ഷെ ചില സമയത്ത് നമ്മളതിങ്ങനെ മാറിക്കൊണ്ട് അത് ഒരു രീതിയിലെത്തും. ഇത് കണ്ടിന്യൂറ്റി ഉണ്ട്. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക് ഇത് കണ്ടിന്യൂറ്റി ആണ്, കണ്ടിജൻ്റ് ആണ്. അതുപോലെ തന്നെ സെയിം ഇത് കണ്ടിന്യൂറ്റി ഉണ്ട് ആൻഡ് കോഹറൻസ് ആണ്. എപ്പോഴും ഇത് നമ്മൾ മീറ്റ് ചെയ്യുന്നു, ആ സമയത്താണ് അതിൻ്റെ നമ്മളായിട്ട് തിരിച്ച് അറിയുന്നത്. ദെൻ എങ്ങനെയാണ് ഇത് യൂത്തിൻ്റെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്? സോഷ്യൽ ബേസിസ് ഓഫ് ഐഡൻറ്റിറ്റി ആണെങ്കിൽ റേസ്, എത്നി, കാസ്റ്റ് ആണ്. Then it is class, then sexuality, religion, gender, age, identity. അത് സാമൂഹ്യം വരുന്നത് ഒരു ക്ലാസിൻ്റെ ഇരിക്കാം, ജാതി മതയുടെ പേരിലായിരിക്കാം, സ്ഥലത്തിൻ്റെ പേരിലായിരിക്കാം, അതുപോലെ സമുദായത്തിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലീജിയൻ്റെ പേരിലായിരിക്കാം, ഒരു ക്ലാസിൻ്റെ പേരിരിക്കാം, സെക്ഷുവാലിറ്റി ഏത് ഹെറ്ററോസെക്ഷൽ ആണോ, ഹോമോസെക്ഷൽ, ലെസ്ബിയൻ, അങ്ങനെ നമ്മൾ വയ്ക്കാം, അല്ലെങ്കിൽ ആൺ പെൺ വ്യത്യാസത്തിൻ്റെ പേരിലനുസരിച്ച് നമുക്ക് വയ്ക്കാം, പ്രായത്തിൻ്റെ ആകാം, പിന്നെ നമ്മുടെ എബിലിറ്റി ഓർ ഡിസബിലിറ്റി ബേസ്ഡായിരിക്കാം നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് ഉണ്ടാകുക. ദെൻ സോഷ്യൽ സൈക്കോളജി പെർസ്പെക്റ്റീവ്, സിംബോളിക് ഇൻട്രാക്ഷൻസ് ആണ്. ഇത് നമ്മൾ ഓരോരുത്തർക്കും ഒരു രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നയാൾ ഇന്ന രീതിയിലായിരിക്കണം, ഇന്ന രീതിയിലായിരിക്കും. ദറ്റ് ഇസ് കോൾഡ് സിംബോളിക് ഇൻട്രാക്ഷൻസുമാണ്. ദെൻ ഐഡൻറ്റിറ്റി തിയറി, സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം കൊടുത്ത് SIT എന്നാണ് പറയുന്നത്. ഇതനുസരിച്ച് നമ്മൾ ആളെ തിരിച്ചറിയും. എറിക്സൺ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ എറിക്സൺ ഒരാളുടെ പോസിറ്റീവ് നെഗറ്റീവ് ക്യാരക്ടർ വെച്ചിട്ട് അയാളെ എങ്ങനെ പോസിറ്റീവായിട്ട് നമ്മൾ കൊണ്ടുവരുന്നു, അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ സമൂഹം അംഗീകരിക്കുന്നു, അതനുസരിച്ചാണ് അയാൾ ഐഡൻറ്റിറ്റി തിരിക്കുക. മർക്കേസ് മോഡൽ ഓഫ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ജെയിംസ് മാർക്കേസ്, അത് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ, ഞാൻ എന്താണ് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ട് നമ്മളൊരു തീരുമാനം, കൺഫ്യൂഷൻ സ്റ്റേജിൽ നമ്മൾ നിൽക്കുക. ദെൻ ഫോർക്ലോഷർ, നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്, നമ്മുടെ ഐഡൻറ്റിറ്റി ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാനായിട്ട് വരിക. പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി വരുന്നത് മറ്റുള്ളവർ നമ്മളെ ഭരിക്കുക, നമ്മുടെ പാരൻസ് നമ്മളെ കൺട്രോൾ ചെയ്യുക. ദെൻ നമ്മുടെ ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ്, എങ്ങനെ നമ്മൾ ഒരു ഐഡൻറ്റിറ്റി അച്ചീവ് ചെയ്യും, ഞാൻ എന്ന് വാട്ട് ഐ ആം, ഞാൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് ഫാമിലിയിലെ ഒരു പേഴ്സണൽ ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലിയാണ്. ഫാമിലിയിൽ ആദ്യത്തെ മാരിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ബിറ്റ്വീൻ ദ പാരൻസ്, അച്ഛനും അമ്മയും തമ്മിലുള്ള മാനസികമായ അടുപ്പങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എമംഗ്സ് ദ ഡിഫറെൻറ്റ് ജനറേഷൻസ്, ഒരു ഫാമിലിയിൽ അവരുടെ ഫാമിലിയിലെ കുടുംബത്തിൽ, ഫാമിലി ട്രീയിൽ അവർ തമ്മിലുള്ള ബന്ധങ്ങൾ, റെസ്പെക്റ്റ്, ലവ്, കെയർ, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ പാരൻറ്റിങ് സ്റ്റൈൽ, ഏത് തരത്തിലുള്ള പാരൻറ്റിങ് ആണ് നടക്കുന്നത്, അത് ഐഡൻറ്റിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഒരു കുടുംബം എന്ന് പറയുന്നത് എന്താണ്, കുടുംബത്തിലെ ജോലികൾ, ഫസ്റ്റ് വൺ ദ റീപ്രൊഡക്ഷൻ ആണ്. സെക്കൻഡ് എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ആണ്. ഒരാളെ സമൂഹമായിട്ട് എങ്ങനെ ചേരണം, എന്തായിരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ദാറ്റ്സ് കോൾഡ് വിദ്യാഭ്യാസം കൊടുക്കുക. ദെൻ അസൈൻമെൻറ്റ് ഓഫ് സോഷ്യൽ റോൾസ്, ഒരു സമൂഹത്തിൽ നമ്മുടെ കടമകൾ, നമ്മുടെ രൂപങ്ങൾ, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുക. എക്കണോമിക് സപ്പോർട്ട്, ഫൈനാൻസ് മാത്രമല്ല, സാമ്പത്തികം മാത്രമല്ല അവിടെ ഉള്ളത്. ദെൻ നർച്ചറൻസ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഫാമിലി ഫങ്ഷൻസ് ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സംഗതികളാണ്. അത് ഫാമിലി എന്ന് പറയുന്ന റീപ്രൊഡക്ഷൻ മാത്രമല്ല, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് കുടുംബം. ഇപ്പോൾ അച്ഛനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, മക്കൾ തമ്മിലുള്ള കുടുംബമാണ്, കുടുംബ ബന്ധങ്ങൾ, കുടുംബത്തിലുള്ള ബന്ധങ്ങളാണ്, സമൂഹമായിട്ടുള്ള കുടുംബത്തിലെ ബന്ധങ്ങൾ എങ്ങനെ, ചുറ്റുപാടുകളുമായിട്ട്, നെയ്ബേഴ്സുമായിട്ട് എങ്ങനെയാണ് അവരുടെ കുടുംബ ബന്ധങ്ങൾ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാകുക. എന്നുവെച്ചാൽ ഞാനായിട്ട് മാറുന്നത്, അണ്ടർസ്റ്റാൻഡിങ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് അതാണ്. എപ്പോഴും നമ്മൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷനാണ്. ദെൻ നമ്മൾ പാരൻറ്റിങ് സ്റ്റൈലാണ്. പല തരത്തിലുള്ള പാരൻറ്റിങ് സ്റ്റൈലുണ്ട്. പെർമിസീവ് ആയിട്ടുള്ള എന്തും കുട്ടികളെ ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കുന്ന ഒരു പാരൻറ്റിങ് സ്റ്റൈല്, അതല്ല ഒരു ഡെമോക്രാറ്റിക് വേയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയായിട്ട് ഗൈഡ് ചെയ്യുന്നത് അതോറിറ്റേറിയൻ പാരൻറ്റിങ്. ദെൻ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ് എന്ന് പറയും, നമ്മൾ പറയുന്നത് മക്കൾ കേൾക്കണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു ആണ് അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്. അപ്പം ഏത് പാരൻറ്റിങ് സ്റ്റൈലാണ് നല്ലത് എന്ന് ചോദിച്ചാൽ, ഒരു സെൽഫ് ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഒരു മിക്സഡ് രീതിയിലുള്ള പാരൻറ്റിങ് ആയിരിക്കാം എപ്പോഴും നന്നാകുക.
സോ ഇന്ന് നമ്മൾ പഠിച്ച യൂത്ത് ഐഡൻറ്റിറ്റിയാണ്. ഇനി ഐഡൻറ്റിറ്റിയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസമായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. സോ എവരിബഡി വിഷ് യു എ വെരി ഗുഡ് ഡേ, ഗുഡ് വീക്കെൻഡ്. നമസ്തേ.